നാളെ ഞാൻ ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത വന്നാൽ നിങ്ങൾ ആരും ഞെട്ടരുത്. കാരണം അത്രയും ഒരു സ്ട്രെസ് ഹോർമോണുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നുന്നത് ആള് മിണ്ടില്ല, കഴിക്കില്ല, കുളിക്കില്ല, ജോലിക്ക് പോവില്ല, ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒതുങ്ങിക്കൂടി കിടക്കും എന്നുള്ളതാണ്. ഇന്നൊരു സിവിയർ ലെവലിലാണെങ്കിൽ പോലും അവർ ജോലിക്ക് പോകുന്നുണ്ടായിരിക്കും, ഹാങ് ഔട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ദ തിങ് ഈസ് ദേ വിൽ ബിക്കം മെക്കാനിക്കൽ. റിയൽ എൻജോയ്മെന്റ് ഇല്ല അതിനകത്ത്. എനിക്കത് ഫീലിംഗ് ഉണ്ടായിരുന്നു. ഞാൻ വളരെ യാന്ത്രികമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി യാത്ര ചെയ്യുന്നത് പോലെ ഉള്ള ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ 1500 ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷെ റിയലി ഇഷ്യൂ പറയാനായിട്ട് എനിക്കാരുമില്ല. ക്ലിനിക്കൽ ഡിപ്രഷനിൽ നിന്ന്, ക്ലിനിക്കൽ ആൻസൈറ്റിയിൽ നിന്ന്, അല്ലെ വൈഫുമായിട്ടുള്ള വിഷയത്തിൽ നിന്ന്, ഹസ്ബൻഡുമായിട്ടുള്ള വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി യാത്രകൾ ചെയ്യുന്നവരാണ് കൂടുതൽ. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഒരു ഫ്ലൈറ്റ് മോഡെടുത്ത് അതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ആ സിറ്റുവേഷനിൽ നിന്ന് അങ്ങോട്ട് ഓടിപ്പോവുക. നമ്മളുടെ ക്ലൈൻ്റായി വന്ന് 1-2 ദിവസത്തിനകത്ത് തന്നെ സൂയിസൈഡ് ചെയ്തു. ഷീസ് നോ മോർ. ഞാൻ പറയും, ഒരു മനുഷ്യനെങ്കിലും എന്നെ കേൾക്കാനുണ്ടെങ്കിൽ, എന്നോട് ഒരു മിനിറ്റെങ്കിലും എമ്പത്തറ്റിക്കലായിട്ടൊന്ന് ആ മൊമെന്റിൽ എന്നോടൊന്ന് ഇടപെട്ടാൽ കഴിഞ്ഞു. ചില ആളുകളെ, ചില കേസുകളൊക്കെ വന്നപ്പോഴത്തേക്കിനും മാധ്യമങ്ങൾ അവരെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്ത് ക്രൂശിച്ച കുറെ സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇവരുടെയൊക്കെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്തതിൻ്റെ വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. നമസ്കാരം, ചാറ്റ് വിത്ത് ഭക്തൻ്റെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പല ടോപ്പിക്കുകളിൽ പോഡ്കാസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയമുണ്ട്, സിനിമയുണ്ട്, നമ്മുടെ ആരോഗ്യം സംബന്ധിച്ചുള്ള പല ഡോക്ടർമാർ വന്നു പോയിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്കെല്ലാവർക്കും വളരെയധികം ആവശ്യമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മാനസികാരോഗ്യം എന്ന് പറയുന്നത്, അല്ലേ? മാനസികാരോഗ്യം താളം തെറ്റിയാൽ നമ്മളുടെ മൊത്തത്തിലുള്ള എല്ലാ പരിപാടികളും താളം തെറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ മാനസികാരോഗ്യം താളം തെറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതിനെ എങ്ങനെ റെഡിയാക്കാം, നമ്മുടെ മനസ്സിനെ എങ്ങനെ പാകപ്പെടുത്തിയെടുക്കാം, അങ്ങനെയുള്ള പല കാര്യങ്ങളുമൊക്കെ ആണ് നമ്മൾ ഇന്നത്തെ പോഡ്കാസ്റ്റിലൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എന്നോടൊപ്പം എത്തിയിരിക്കുന്നത് ഡോക്ടർ സിജിയ ബിനു. വെറൈറ്റി പേരാണ്, ഡോക്ടർ സിജിയ ബിനു. ആരാണ്? ഹസ്ബൻഡാണോ? യെസ്. അപ്പോൾ ഡോക്ടർ സിജിയ ബിനു, ഡോക്ടർ സൈക്കോളജിസ്റ്റ് ആണ്. അത് മാത്രമല്ല ആത്മ മൈ മൈൻഡ് മൈ കെയർ എന്ന് പറയുന്ന ഒരു മെൻ്റൽ ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു ഫൗണ്ടറും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് മാനസികാരോഗ്യ കാര്യങ്ങളെ പറ്റിയുള്ള കൂലങ്കുശമായ ചർച്ചകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും വെൽക്കം ഡോക്ടർ സിജിയ ബിനു ടു ചാറ്റ് വിത്ത് ഭക്തൻ. യെസ്. അപ്പോൾ എന്തായാലും മാനസികാരോഗ്യം എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ പറയുമല്ലോ, ഒരു നല്ല മനസ്സിൻ്റെ ഉടമ, അല്ലെങ്കിൽ ഒരു നല്ല മനസ്സിൻ്റെ ശരീരം എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ എത്ര ശാരീരികമായിട്ടുള്ള ഒരു ഹെൽത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷവും സമാധാനവും ഈവൻ നല്ല ഒരു ആരോഗ്യം പോലും ശരിക്കും കിട്ടുള്ളൂ, അല്ലേ? തീർച്ചയായിട്ടും. ശരിക്കും മനസ്സിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും എന്തൊക്കെയാണ്? മനസ്സിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് ഒരിക്കലും ഡിഫൈൻ ചെയ്യാൻ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞു തീർക്കാനായിട്ട് സാധിക്കത്തില്ല. മനസ്സെന്ന് പറയുന്നത് തന്നെ നമ്മൾ ഇതുവരെയും പഠിച്ച് തീരാത്തൊരു വിഷയമാണ്. ഇപ്പോഴും പഠനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ്. അത് മാത്രമല്ല, ഇറ്റ്സ് കംപ്ലീറ്റ്ലി യുണീക്ക്. നമ്മൾ ഓരോരുത്തരുടെയും ശാരീരിക അവസ്ഥയൊക്കെ എത്രത്തോളം യുണീക്കായിരിക്കുന്നോ അതുപോലെ തന്നെ യുണീക്കാണ് ഓരോ മനുഷ്യൻ്റെ മനസ്സും. പിന്നെ നമ്മൾ ജനറലൈസ്ഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ സ്റ്റഡീസ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് രോഗങ്ങളെ തരംതിരിച്ചിട്ടുണ്ട്. രോഗനിർണയങ്ങൾ എങ്ങനെയാണ് വരുത്തുന്നതെന്ന് അതിനൊരു ഡയഗ്നോസിസ് മാനുവലുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മനസ്സെന്ന് പറയുന്നത് ഒരു എന്താ പറയുക, നമ്മൾ പറയും മനസ്സൊരു മാന്ത്രിക കുതിര എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഒരുപാട് പഠനങ്ങൾ ഇന്നും വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. പക്ഷെ മനസ്സ് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ, നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ജീവിതത്തിൽ ശരിക്കും പണി കിട്ടും. മനസ്സിനെ ശരിക്കും മനസ്സിലാക്കണം, എന്നാലേ പറ്റുള്ളൂ. ഡോക്ടർ ശരിക്കും ഒരു സൈക്കോളജിസ്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും നിങ്ങൾ തെറാപ്പീസ് ചെയ്യും, അതേപോലെ തന്നെ കൗൺസിലിംഗ് കൊടുക്കും, ഗൈഡൻസ് കൊടുക്കും. സൈക്കാട്രിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ മരുന്നുകൾ കൊടുത്തുള്ള ചികിത്സകൾ ചെയ്യുന്ന MBBS പഠിച്ച ഡോക്ടർ. MBBS ആണ്. പിന്നെ അവർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഈസ് ഇൻ, അല്ലെങ്കിൽ അവരുടെ സ്പെഷ്യലൈസേഷൻ ഈസ് ഇൻ സൈക്കാട്രി. ഓക്കെ. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ, ഞങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഈസ് ഇൻ സൈക്കോളജി. അതിനകത്ത് തന്നെ പിന്നെ നമ്മൾ റിസർച്ച് ചെയ്ത് MPhilഉം PhDയും ഒക്കെ എടുക്കാറുണ്ട്. ബേസിക് ക്വാളിഫിക്കേഷൻ ഈസ് സൈക്കോളജി PG. സൈക്കോളജിയാണ് സൈക്കോളജിയിൽ PG ആയിരിക്കണം. അത് ഡിഫറെൻറ്റ് ഉണ്ട്. ക്ലിനിക്കൽ സൈക്കോളജി എടുക്കുന്നവരുണ്ട്, കൗൺസിലിംഗ് സൈക്കോളജി എടുക്കുന്നവരുണ്ട്. അങ്ങനെ ഇതിനകത്ത് തന്നെ ഡിഫറെൻറ്റ് സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്.
അപ്പം സൈക്കാട്രി എന്ന് പറയുമ്പോഴത്തേക്കിനും അത് ശരിക്കും എന്താണ് അവർ ഡീൽ ചെയ്യുന്നത്? സൈക്കാട്രി രോഗങ്ങളെ നിർണ്ണയിക്കുക, രോഗങ്ങൾക്ക് വേണ്ടുന്ന മരുന്നുകൾ നൽകുക. ഓക്കെ. മെഡിസിനൽ ട്രീറ്റ്മെൻ്റ് ആണ് സൈക്കാട്രിയിൽ നടക്കുന്നത്. സൈക്കോളജിയിലേക്ക് വരുമ്പോൾ ഈ രോഗങ്ങളെ ടാക്കിൾ ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. രോഗങ്ങളുടെ ഒരു ബേസ് ലൈൻ എപ്പോഴും നമ്മളുടെ ചിന്തകളിൽ നിന്നായിരിക്കും. നമുക്ക് ബേസിക്കലി നമുക്ക് എല്ലാവർക്കും ചിന്തകളുള്ളവരാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓവർ തിങ്കിങ് ആണ്, വേണ്ടതിൽ കൂടുതൽ ചിന്തിക്കുന്ന ഒരു നേച്ചറിലേക്കാണ് മനുഷ്യൻ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചിന്തകളിൽ നിന്നാണ് എല്ലാ നമ്മളുടെ മനസ്സിൻ്റെ അങ്ങോട്ട് ചിന്തകളിൽ നിന്നാണ് പിന്നെ നമ്മളുടെ ആറ്റിറ്റ്യൂഡും നമ്മളുടെ പെർസെപ്ഷനും പിന്നെയാണ് നമ്മളുടെ ആക്ഷൻ വരുന്നത്. പിന്നീട് ആക്ഷൻ വരുന്നുള്ളൂ. പക്ഷേ നമ്മളൊക്കെ വിചാരിക്കുന്നത് ആക്ഷനെ മാറ്റാം എന്നാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഏറ്റവും തെറ്റുപറ്റുന്നൊരു കാര്യം. നമ്മളുടെ ആക്ഷൻ ഇന്ന് ഫോർ എക്സാമ്പിൾ നാളെ തൊട്ട് ഞാൻ ജിമ്മിലേക്ക് പോകും, മറ്റന്നാൾ തൊട്ട് ഞാൻ 4 കിലോമീറ്റർ ഓടാൻ പോവുകയാണ്, ഞാൻ മെഡിറ്റേഷൻ ചെയ്യും. ഇത് നമ്മൾ ചെയ്യുമെന്ന് പറയുകയും പിറ്റേന്ന് തന്നെ ആക്ഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുമ്പം ഇറ്റ് വോണ്ട് സസ്റ്റെയിൻ, നിൽക്കില്ല. അതുകൊണ്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഇതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ടാണ് ഒരു 4 ദിവസം കഴിയുമ്പോൾ അല്ലെ 8 ദിവസം കഴിയുമ്പോൾ നമ്മൾ പറയും ചങ്കരൻ എഗെയിൻ ഓൺ കോക്കനട്ട് ട്രീ എന്ന് പറയും അല്ലേ. അപ്പോൾ നമുക്ക് മാറ്റം വരേണ്ടത് എവിടെ തൊട്ടാന്ന് ചോദിച്ചാൽ തോട്ട്. വർഷങ്ങളായിട്ട് നമുക്ക് ഫ്രം വൂംബ് ഇറ്റ് സെൽഫ് ഉണ്ട്, മൈൻഡുണ്ട്. ഓക്കെ. അപ്പോൾ അവിടുന്ന് നമുക്ക് തോട്ടുണ്ട്. ഒരു ദിവസം അത് 60,000 തൊട്ട് 80,000 തോട്ടുണ്ട് ഒരു മനുഷ്യന് മിനിമം. അപ്പോൾ അവിടുന്ന് തോട്ടിന് പാറ്റേൺ ഉണ്ട്. ആ തോട്ട് പാറ്റേണും നമ്മുടെ വാല്യൂസ്, ബിലീവ്സ്, മൊറൽസ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, പെർസെപ്ഷൻ ഇതിനെല്ലാം അഫക്റ്റ് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യും. അത് ഇത്ര കഴിഞ്ഞിട്ട് ഈ 5-6-7 പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്തിലേക്ക് വരുന്നത്, ആക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് ഉള്ള ഒരു പ്രത്യേകിച്ച് മനുഷ്യർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഒരു ഫ്ലൈറ്റ് മോഡ് എടുത്ത് അതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ആ സിറ്റുവേഷനിൽ നിന്ന് അങ്ങോട്ട് ഓടിപ്പോവുക. ആൾ വേണ്ട, ആ സ്ഥലം വേണ്ട, ആ ജോലി വേണ്ട, ഇങ്ങനെ മാറി പോയിട്ട് എൻ്റെ പ്രശ്നം മാറുമെന്നാണ് സാധാരണഗതിയിൽ ഒരു മൈൻഡിന് എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ഫ്ലൈറ്റ് മോഡ് ഒരിക്കലും ഒരു സൊല്യൂഷൻ അല്ല. ഫൈറ്റ് മോഡാണ് നമ്മളിൽ നിന്ന് യൂണിവേഴ്സ് വരെ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് നമ്മളുടെ ജനനം പോലും. അച്ഛൻ്റെ കോടാനുകൂടി സ്പേമിൽ നിന്ന് ഒരു സ്പേം വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്ത് അമ്മയുടെ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ജനിക്കുന്നത്, എംബ്രിയോ ആയിട്ട് നമ്മൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന ഒരു ഫൈറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരോടും പോയി ഫൈറ്റ് ചെയ്യുക എന്നല്ല അതിൻ്റെ മീനിങ്. ഇറ്റ്സ് ഇൻ എ വെരി സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നമ്മൾ ലൈഫിൽ വരുന്ന എല്ലാ സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യണം. പക്ഷേ നമ്മൾ എടുക്കുന്നത് ഫ്ലൈറ്റ് മോഡാണ്. അപ്പോൾ ഈ ഫ്ലൈറ്റ് മോഡ് എടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്കിന്ന് ഗ്ലോബൽ വേൾഡ് ആയതുകൊണ്ട് ഓടി നടക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഫ്ലൈറ്റ് മോഡ് എടുത്ത് അടുത്ത സിറ്റുവേഷനിൽ ചെല്ലും. അവിടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇവിടുത്തെ ഹെക്റ്റിക് സിറ്റുവേഷൻ മാറിയതിൻ്റെ ഒരു എന്തൂസിയാസം ആദ്യം കിട്ടും. പക്ഷേ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും ഒന്നും മാറിയിട്ടില്ല, അവിടെയും പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അവിടുന്ന് അടുത്തടുത്തോട്ട് പോകും. അപ്പോൾ ഫ്ലൈറ്റ് മോഡ് പിടിച്ച് പോകുന്നതിനകത്ത് കാര്യമില്ല. ഇനി ഒരുപാട് കാര്യങ്ങളെ നമ്മളിന്ന് ഫ്ലൈറ്റ് മോഡിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ദാറ്റ് ഈസ് കോൾഡ് എസ് സ്ട്രെസ് ബസ്റ്റേഴ്സ് എന്ന് പറയും. വാട്ട് ഈസ് ദിസ് സ്ട്രെസ് ബസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം എന്താ പറയുന്നത് ഓൺലൈൻ ഗെയിംസ് കളിക്കുക, അല്ലെങ്കിൽ ചിലർ പറയും എനിക്ക് സ്ട്രെസ്സ് വന്ന ഉടനെ ഗെയിം കളിക്കണം. കുറേ നേരം ഗെയിം കളിച്ച് കഴിയുമ്പോൾ, അതും ഷൂട്ടിംഗ് ഗെയിംസൊക്കെ ആണെങ്കിൽ ഭയങ്കര നല്ലത്. അത് കളിച്ച് കഴിയുമ്പം ഞാനങ്ങ് ഓക്കെ ആവും. എൻ്റെ ഒരു ക്ലയൻ്റ് ഉണ്ട്, പുള്ളിക്കാരത്തി എന്ന് പറഞ്ഞാൽ ഒരു 8 to 10 മണിക്കൂർ പുള്ളിക്കാരത്തി ഇങ്ങനെ പിടിച്ചു വെച്ച് ജോബ് ചെയ്യും. എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഒരു 8 months കൊണ്ട് അടുത്ത പ്രൊമോഷനിൽ കയറണം, വേറെ ഒന്നും ആൾക്ക് ഫോക്കസ് ഇല്ല. ആൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അറ്റൻഷൻ കോൺസെൻട്രേഷൻ പ്രോബ്ലം ഉള്ള ആളാണ്. അപ്പോൾ ഈ പ്രോബ്ലത്തെ പോലും വകവെക്കാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ഇരുന്ന് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര സ്ട്രെസ്ഡ് ആവും. പക്ഷെ ആൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ കൗച്ചിലങ്ങോട്ട് കിടന്നിട്ട് ഷൂട്ടിംഗ് ഗെയിംസ് ഇത് കളിച്ച് കഴിയുമ്പോൾ, അങ്ങനെ ഗെയിം കളിക്കുമ്പോഴും അവിടെ നമ്മൾ വീണ്ടും നമ്മുടെ ബ്രെയിനിനെ വർക്ക് ചെയ്യിപ്പിക്കും. പക്ഷേ ഗെയിമിലുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇറ്റ്സ് ഗിവ്സ് us lots and lots of dopamine. ഓക്കെ. സോ ഗെയിം കളിക്കുന്നവർക്ക് സപ്പോർട്ടിംഗ് ആണോ ഡോക്ടർ? നോ, ഐ എം നോട്ട് സപ്പോർട്ടിങ്. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഡോപ്പമൈൻ റിലീസ് ഭയങ്കരമായിട്ടുണ്ടാവും. നമ്മളൊരു ഡ്രഗ് ഇഞ്ചെക്റ്റ് ചെയ്യുമ്പം നമുക്കുണ്ടാകുന്ന പോലുള്ളൊരു ഡോപ്പമൈൻ റിലീസാണ് അവിടെ ഉണ്ടാവുന്നത്. പക്ഷേ ദാറ്റ് ഈസ് ഓൾവേസ് ഇൻ ഓവർഡോസ്.
നമ്മളൊരു ഡ്രഗ് ഓവർഡോസിൽ ഇഞ്ചെക്ട് ചെയ്താൽ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും നമുക്ക് 45 മിനിറ്റ്സ് അല്ലെ 30 മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് നമ്മൾ തുടങ്ങിയാലും അവിടെ നിൽക്കില്ല. മനസ്സിലായി? അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നാളെയും പിന്നെ എനിക്ക് ഇതിലും കൂടുതൽ കൊടുക്കണം. അങ്ങനെ ഇതിൻ്റെ ടൈം എക്സ്റ്റെൻഡായി നമ്മൾ ഒരു ഓവർ ഡോസ് ഓഫ് ഡോപ്പമൈൻ സെക്രീഷൻ, അത് നമുക്ക് പിന്നെ വേറൊരു കാര്യങ്ങളിലും ഇൻട്രസ്റ്റ് ഇല്ലാതാക്കും. നിങ്ങളുടെ ഈ സ്ഥാപനത്തിലും ബാക്കിയുള്ള നിങ്ങളുടെ ഈ എന്താ പറയുക കൗൺസിലിംഗ് പ്രൊസീജിയേഴ്സിലൊക്കെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റും കൂടെ ഉണ്ടോ? തീർച്ചയായിട്ടും. നമ്മുടെ ടീമിൽ സൈക്കാട്രിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, ദെൻ സൈക്കാട്രിക് സോഷ്യൽ വർക്കേഴ്സ്, ഇങ്ങനെ നമ്മളൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ശരി. ഇപ്പം നമ്മുടെ പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ നമ്മൾ പൊതുവേ കണ്ടുവരുന്ന ഒരു മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് എന്നൊക്കെ പറയുന്നത് കോമൺ ആയിട്ട് കാണുന്നത് എന്താണ്? നമുക്ക് ഇപ്പോൾ യൂഷ്വലി ഇപ്പോൾ ഒരു ആശുപത്രി പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ചിലപ്പോൾ പനിയായിരിക്കാം, അല്ലെങ്കിൽ വയറിളക്കമായിരിക്കാം, ഛർദിലായിരിക്കാം, ഇല്ല വേറെ എന്തെങ്കിലും പരിപാടികളായിരിക്കാം, അല്ലെങ്കിൽ കൈയും കാലും ഒടിഞ്ഞായിരിക്കാം. നിങ്ങളുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? ഏറ്റവും കൂടുതലായിട്ട് ഒരു ഇൽനെസ് പെർസ്പെക്റ്റീവിൽ പറയുവാണെങ്കിൽ നമുക്ക് ആൻസൈറ്റി എന്ന് പറയാം. ആൻസൈറ്റി, ഉത്കണ്ഠ, അതെന്ന് പറയുന്നത് സാധാരണ ടെൻഷനല്ല, അതിലൊക്കെ ഉപരിയായിട്ട് ഒരു ആൻസൈറ്റി ഡിസോർഡർ എന്ന് തന്നെ പറയും. ഉത്കണ്ഠ രോഗാവസ്ഥ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും ആങ്ഷ്യസ് ആകുകയാണ്, കൺഫ്യൂസ്ഡ് ആകുകയാണ്, കോൺഫ്ലിക്റ്റ് വരികയാണ്, ഓവർ തിങ്കിങ്ങിലേക്ക് പോവുകയാണ്. പിന്നെ ഇന്ന് കോമൺ ആയിട്ടുള്ളതാണ് ഡിപ്രഷൻ അങ്ങനെ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക. WHO സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് നമ്മളൊരു 2030 ആകുമ്പോഴത്തേക്ക് വേൾഡിൽ ഏറ്റവും കൂടുതലുള്ള ഇൽനെസ് ഡിപ്രഷനായി മാറും. അതുപോലെയാണ് ഡിപ്രഷൻ്റെ പോക്ക്. പക്ഷേ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന്, ഇപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് പെട്ടെന്ന് തോന്നുന്നത് ആൾ മിണ്ടില്ല, കഴിക്കില്ല, കുളിക്കില്ല, ജോലിക്ക് പോവില്ല, ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒതുങ്ങിക്കൂടി കിടക്കും എന്നുള്ളതാണ് ഡിപ്രഷനെക്കുറിച്ച് സാധാരണഗതിയിൽ. അതൊക്കെ ക്രോണിക് ലെവലിൽ എത്തുമ്പോഴുള്ളൊരു സിറ്റുവേഷനാണ്. ഈവൻ ദോ ഇന്നൊരു സിവിയർ ലെവലിലാണെങ്കിൽ പോലും അവർ ജോലിക്ക് പോകുന്നുണ്ടായിരിക്കും, അവർ കഴിക്കുന്നുണ്ടായിരിക്കും, അവർ എൻജോയ്മെൻറ്റ്സിൽ പോകുന്നുണ്ടായിരിക്കും, ഹാങ് ഔട്ട് ചെയ്യുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ തിങ് ഈസ് ദേ വിൽ ബിക്കം മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു റിയൽ എൻജോയ്മെൻ്റ് ഇല്ല അതിനകത്ത്. ഇപ്പോൾ തന്നെ സുജിത്ത് യാത്രയ്ക്ക് പോകുമ്പം ഒരു മെക്കാനിക്കലായിട്ട് അത് ചെയ്താൽ എങ്ങനെയിരിക്കും? പോകേണ്ടിയോണ്ട് പോകുന്നു, വ്ളോഗ് എടുക്കേണ്ടിയോണ്ട് ചെയ്യുന്നു, അങ്ങനെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോകും. അപ്പോൾ അത് ഗ്രാജുവലി ഫ്രസ്ട്രേഷൻസ് അക്യുമുലേറ്റ് ചെയ്ത് ഒരു ഡിപ്രസീവ് മൂഡിലേക്ക് ഇവരെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് പല സൂയിസൈഡ് കേസുകളിലും, ഇപ്പോൾ ഒരു സൂയിസൈഡ് നടന്നതെന്ന് പറഞ്ഞാൽ രാവിലെ പോയി സ്വന്തം റെസ്റ്റോറൻറ്റിൽ പിന്നെ എംപ്ലോയീസിനോട് സംസാരിച്ചു, കണക്കുകളൊക്കെ നോക്കി, റെസ്റ്റോറൻറ്റ് ഓണറാണ്, വൈഫ് ഒരു ലോങ് ഡിസ്റ്റൻസിൽ ആൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നു, ഉച്ചയ്ക്ക് അദ്ദേഹത്തിൻ്റെ സൂയിസൈഡ് നോട്ടാണ് അറിയുന്നത്. മനസ്സിലായി. ശരിക്കും ഞാൻ കഴിഞ്ഞൊരു ഫ്യൂ മന്ത്സ്, ഒരു ജാനുവരി മുതൽ നോക്കുകയാണെങ്കിൽ ജാനുവരി മുതൽ മാർച്ച് വരെയുള്ള എൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ഹൈലി സ്ട്രെസ്ഡ് ആയിരുന്നു. അതിൽ 2-3 കാരണങ്ങൾ ഉള്ളതെന്ന് വെച്ചാൽ, ഒന്ന് ഞാനിവിടെ എറണാകുളത്ത് ഒരു പുതിയൊരു വെഞ്ചർ തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഒരു വീടിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പൂൾ വില്ല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗെറ്റിംഗ് ഇൻ ടു ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി. അപ്പോൾ എനിക്ക് ഡൈവേഴ്സിഫൈ ചെയ്യണം. ഞാനിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരുന്ന യാത്രാ വ്ളോഗുകളിൽ നിന്നും ഡൈവേഴ്സിഫൈ ചെയ്യണം. അപ്പോൾ പുതിയ ബിസിനസ് തുടങ്ങുന്നു, അതിൻ്റെ വർക്ക് നടക്കുന്നത് തീരുന്നില്ല. അറ്റ് ദ സെയിം ടൈം എനിക്ക് ട്രാവൽ ചെയ്യണം. ട്രാവൽ ചെയ്താലേ നമ്മുടെ വരുമാനം മുടങ്ങാതെ അവിടെ നടക്കുകയുള്ളൂ. ട്രാവൽ ചെയ്യുന്നതിൻ്റെ സ്ട്രെസ്സ്, പിന്നെ എനിക്ക് മാർച്ച് വരെ കണ്ടിന്യൂസ് പുറത്ത് നിൽക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ യാത്രകൾ ചെയ്യണം, വീഡിയോ എടുക്കണം, അങ്ങനെ. പിന്നെ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് സമയമൊക്കെ ആയപ്പോഴത്തേക്കിനും വാറൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കിനും ട്രാവലിംഗ് ഭയങ്കര എക്സ്പെൻസീവ് ആവുന്നു. പിന്നെ പലവിധ സ്ട്രെസ്സുകളിലായിരുന്നു ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രെസ്സ് ഒരു ലെവലിലേക്ക് ഇങ്ങനെ കൂടി, അതായത് ഞാനൊരു യാന്ത്രികമാവുന്നു എന്നുള്ള ഒരു തോന്നൽ വന്നപ്പോഴാണ് ഞാൻ യാത്ര നിർത്തി. ഞാൻ നാട്ടിൽ വന്ന്, ഞാൻ മാർച്ച് 25 നാട്ടിൽ വന്നതാണ്. ഞാനിപ്പോൾ ഇന്ന് നമ്മൾ മെയ് 21 ഈ വീഡിയോ എടുക്കുന്നത്. ഇതുവരെ ഞാൻ എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെയാണ്. ദെൻ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് പോഡ്കാസ്റ്റ്. ഞാൻ ഇതിനു മുമ്പ് പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ബട്ട് ഈ ലാസ്റ്റ് 2 മാസത്തിനുള്ളിൽ ഞാൻ സ്റ്റാർട്ടഡ് ഡൂയിങ് പോഡ്കാസ്റ്റ് എക്സ്റ്റെൻസീവ്ലി. അതാകുമ്പോഴത്തേക്കിനും ട്രാവലിംഗ് ചെയ്യുന്നതിന് അത്രയ്ക്ക് സ്ട്രെസ് ഇല്ല, നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് തുടങ്ങിയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഷൂട്ടുണ്ട്. അല്ല, ബട്ട് ഐ ആം എൻജോയിങ് ഇറ്റ്. കാരണം ഇങ്ങനെ ഓരോ ദിവസവും നമുക്ക് ഓരോ ആളുകളെ കാണാം, നമ്മൾ പല ടോപ്പിക്കുകളിലിരുന്ന് സംസാരിക്കാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അത് നല്ല കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ അങ്ങനെ
വലിയ സ്ട്രെസ്സിലൊന്നും അല്ല പോകുന്നത്. പക്ഷേ ഒരു സമയത്ത് ഈ യാത്രകൾ ചെയ്യുന്നത് പോലും വളരെ യാന്ത്രികമായിട്ട് നമ്മൾ പറഞ്ഞു നിർത്തി അതേ ടോപ്പിക്കിൽ വെറുതെ ഒരു കമ്പാരിസൺ തന്നതാണ്. പക്ഷേ അത് എനിക്കത് ഫീലിംഗ് ഉണ്ടായിരുന്നു. ഞാൻ വളരെ യാന്ത്രികമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി യാത്ര ചെയ്യുന്നത് പോലെ ഉള്ള ഒരിക്കലും ആരും ചിന്തിക്കത്തില്ല യാത്ര. ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലൈറ്റ് മോഡ്, ഒരുപാട് പേര് ഈ ഫ്ലൈറ്റ് മോഡ് പിടിക്കുന്നത് ഇന്ന് ട്രാവൽ എന്ന് പറഞ്ഞാൽ ഒരു സോളോ ട്രിപ്പ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയവും അതിലൂടെ മാറിക്കിട്ടുമെന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ട്. യെസ്, ട്രാവൽ നല്ല, എസ്പെഷ്യലി നേച്ചറിലോട്ട് പോകുന്നത് വളരെ നല്ലതാണ് മൈൻഡിന്. കാരണം ദർ ഇസ് എ തെറപ്പി ഇറ്റ് സെൽഫ്, അറ്റൻഷൻ റിസ്റ്റോറേഷൻ തെറാപ്പി എന്ന് പറയും. ആർട്ട് എന്നാണ് സ്മോൾ ഫോമായിട്ട് നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നേച്ചറിലോട്ട് ചെല്ലുമ്പം നമ്മളുടെ അറ്റൻഷൻ കോൺസെൻട്രേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യും, നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടും. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇന്ന് പലരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സുജിത്തിന് വന്നതൊരു മൾട്ടി ടാസ്കിങ് ആയപ്പോൾ ഉണ്ടായ ഒരു സ്ട്രെസ് ഹൈക്കാണ് ഉണ്ടായത്. പക്ഷേ സുജിത്തിന് അറിയാം ഹൗ ക്യാൻ യു ഹാൻഡിൽ ഇറ്റ് എന്നുള്ളത് മനസ്സിലായി. ഇവിടെ വന്നു, ഇവിടെ ആയിരിക്കുന്നു, ഫാമിലി ഉണ്ട് കൂടെ, അങ്ങനെ ഒരു അടുത്തൊരു കാര്യത്തിലേക്ക് സ്വിച്ച് ചെയ്ത് അതിനെ കുറേ കൂടെയൊക്കെ ടാക്കിൾ ചെയ്യാൻ പറ്റി. എന്നാൽ പല ആളുകൾക്കും ഈ സ്ട്രെസ്സിനെ ടാക്കിൾ ചെയ്യാൻ അറിയില്ല. എൻ്റെ ചോദ്യം അവിടെയാണ്, എപ്പോഴാണ് ഞാനൊരു തേർഡ് പേഴ്സൻ്റെ സഹായം സ്വീകരിക്കേണ്ടത്? എൻ്റെ മനസ്സിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണോ, അതോ നമുക്കിപ്പം ചൂടുണ്ടെങ്കിൽ നമുക്ക് പനി ഉണ്ടെങ്കിൽ നമുക്ക് വയ്യ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്നറിയാം. നമ്മൾ വയറിളക്കം വന്നു കഴിഞ്ഞാൽ, ഛർദിൽ വന്നു കഴിഞ്ഞാൽ ഒരു 4-5 തവണ ഛർദ്ദിച്ചാൽ മാത്രമേ നമ്മൾ പോകാൻ തന്നെ വില്ലിങ് ആവുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ ഛർദ്ദിച്ച് തീരും എന്ന് വിചാരിക്കും. പെയിൻ അസഹനീയമായാലേ നമ്മൾ ഡോക്ടറെ അടുത്ത് പോവുള്ളൂ, അതെന്ത് പെയിൻ ആണെങ്കിലും. അതിപ്പോൾ ഒരു നെഞ്ചുവേദനയുടെ ഡൗട്ടാണെങ്കിൽ പോലും നമുക്ക് ഗ്യാസ് ആയിരിക്കും എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ മനസ്സിൻ്റെ ഈ പ്രോബ്ലം എങ്ങനെ മനസ്സിലാക്കി, എങ്ങനെയാണ് ഞാനൊരു ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് പോകുന്നത്? ഏറ്റവും വലിയ പ്രശ്നം അവിടെ സുജിത്ത്. കാരണം ഈ മനസ്സിൻ്റെ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് നമുക്കിത് മിക്കവർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ തന്നെയല്ല, ഇങ്ങനത്തെ ഉള്ള സ്ട്രെസ്സൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ചില കോപ്പിംഗ് മെക്കാനിസംസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. ഫ്രണ്ടിനോട് പോയി ഒന്ന് സംസാരിക്കുമ്പോഴത്തേനും അങ്ങ് ഓക്കെ ആവുമായിരിക്കും, അല്ലെങ്കിൽ ഒന്ന് ഈ പറഞ്ഞ പോലെ ഒന്ന് ഇറങ്ങി നടന്നിട്ട് വരുമ്പോൾ ഓക്കെ ആവും. ആദ്യമൊക്കെ നമ്മൾ അങ്ങനെ മാനേജ് ചെയ്യും. പക്ഷേ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും ആ ചെയ്ത് കഴിയുന്ന ആ മൊമെൻറ്റിലേ എനിക്ക് ഹാപ്പിനെസ് ഉള്ളൂ, പിന്നെയും ഞാൻ ആ സ്ട്രെസ്സിലേക്ക് അക്യുമുലേറ്റഡ് ആയിട്ട് പോവുക. അതായത് സുജിത്ത് ഇപ്പോൾ വീട്ടിൽ വന്നിട്ടും ഇവിടെ ഇതൊക്കെ ചെയ്യുമ്പോഴും മെക്കാനിക്കലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ, അത് ഡെയിലി റുട്ടീൻ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, ഉറങ്ങുന്നുണ്ട് പക്ഷേ എന്തോ അലേർട്ടായിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട് എനിക്ക് ആ ടേസ്റ്റ് ഫീൽ ചെയ്യുന്നില്ല, എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, കുഞ്ഞിൻ്റെ കൂടെ കളിക്കുന്നുണ്ട് പക്ഷേ റിയലി അതിനകത്തോട്ട് അങ്ങോട്ട് ഇൻവോൾവ് ആവാൻ പറ്റുന്നില്ല, അങ്ങനെയെല്ലാം നമ്മുടെ ഇപ്പോൾ ഫാമിലി ലൈഫിൽ, സെക്ഷൽ ലൈഫിൽ ഇൻവോൾവ് ആവുന്നുണ്ട്, അതും ഒരു മെക്കാനിക്കൽ പോലെ പോകുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോണം, എൻ്റെ മനസ്സ്, എൻ്റെ മൈൻഡ് ഈസ് നോട്ട് ഓക്കെ. എനിക്ക് എൻജോയ്മെൻറ്റിലേക്ക് പോകാൻ പറ്റുന്നില്ല, എന്തൂസിയാസത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല. അവിടെ എനിക്കറിയാവുന്ന എല്ലാ, നമ്മൾ പറയില്ല, നമ്മുടെ 18ാമത്തെ അടവും അല്ലെ 18ാമത്തെ പണിയും നോക്കിയിട്ടും ഇത് മാറുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു കൺസൾട്ട് എ സൈക്കോളജിസ്റ്റ്, ഓർ അത് നല്ല രീതിയിൽ ഉറക്കമൊക്കെ ഭയങ്കര പ്രശ്നമുണ്ടെങ്കിൽ സൈക്കാട്രിസ്റ്റും കൂടെ ഇൻവോൾവ് ആയിട്ടുള്ളൊരു ടീമിനെ കാണണം. ചിലരൊക്കെ ഉറക്കമെന്നൊക്കെ പറഞ്ഞാൽ 2 വർഷം 3 വർഷം ഒക്കെ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പിൽ നടന്നിട്ട് അങ്ങനെ പോകുന്ന ആളുകളുണ്ട്. നമ്മുടെ നാട്ടിൽ ട്രീറ്റ്മെൻറ്റ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 8 തൊട്ട് 10 വർഷം വരെ ട്രീറ്റ്മെൻറ്റ് ഗ്യാപ്പ്. അതായത് ഒരാൾ മെൻ്റലി ഇല്ലായാൽ പോലും 8ഉം 10ഉം വർഷം കഴിഞ്ഞിട്ടാണ് ഡോക്ടറെ അടുത്തേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഒരു തെറാപ്പിയിലേക്ക് എത്തുന്നത്. അത്രത്തോളം അവയർനെസ് ഇല്ല. താങ്കൾക്ക് മുമ്പ് ഇവിടെ വന്ന ഒരു പൈൽസിൻ്റെ ഒരു ഡോക്ടറുണ്ട്, ആയുർവേദിക് ഡോക്ടറാണ്. ഓക്കെ, ഞാൻ കണ്ടിരുന്നു. പുള്ളിക്കാരി ഇത് തന്നെയാ പറയുന്നത്, അപ്പിയിടാൻ ബുദ്ധിമുട്ടുണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു ഡോക്ടറെ കണ്ടുകൂടെ, അതും വർഷങ്ങൾ വെച്ചുകൊണ്ടിരിക്കുമെന്ന്. അങ്ങനെയുള്ള ആൾക്കാരാണ് മനസ്സിന്റെ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ സെയിം അവസ്ഥ നമുക്ക് ഒട്ടും. കാരണം പക്ഷേ ഇപ്പൊ ചാറ്റ് GPT കൂടെ ഉണ്ടല്ലോ. ഉണ്ട്. അതുകൊണ്ട് ചാറ്റ് GPT തെറപ്പിസ്റ്റായിട്ട് കണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. അത് ഭയങ്കര അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ചാറ്റ് GPT പറയുന്നതെല്ലാം ചെയ്തു പോയാൽ നമുക്കൊരിക്കലും ഓക്കെ ആവാൻ സാധിക്കില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചാറ്റ് GPT ആയിട്ട് കണ്ട് യൂസ് ചെയ്യണം. പക്ഷേ ചാറ്റ് GPT തെറപ്പിസ്റ്റായിട്ട് കാണാൻ പോയി കഴിഞ്ഞാൽ, സൈക്കാട്രിസ്റ്റായിട്ട് കാണാൻ പോയി കഴിഞ്ഞാൽ അത് അപകടകരമാണ്. ശരിക്കും ഏത് പ്രായത്തിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ അടുത്ത് വരുന്നത്? നമുക്ക് എല്ലാ സർവീസസും ഉണ്ട്. അപ്പോൾ നമുക്കൊരു 5 years തൊട്ട് 90 years വരെയുള്ള ക്ലയൻസ് ഉണ്ട് ഫോർ ഡിഫറെൻറ്റ് ഇഷ്യൂസ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത് ലേഡീസാണ്.
ലേഡീസ് അതിൻ്റെ ഒരു പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ് ഉണ്ടോ അതോ? ഏജ് ഗ്രൂപ്പ് നമ്മൾ നോക്കുമ്പം ഓൾമോസ്റ്റ് ഒരു 16 തൊട്ട് ഒരു 60കളിൽ വരെ എത്തി നിൽക്കുന്ന സ്ത്രീകളാണ്. എസ്പെഷ്യലി അതിനകത്ത് മിഡിൽ ഏജിലേക്ക് 40കളിലേക്കൊക്കെ കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു പെരിമെനോപോസൽ സ്റ്റേജസ് തൊട്ടുള്ള സ്ട്രഗിൾസിൽ നിന്ന് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിട്ട് അങ്ങനെ എത്തുന്ന സ്ത്രീകളുണ്ട്. കാരണം ഇവർക്ക് തന്നെ ഇവരെ അങ്ങോട്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഹസ്ബൻഡ്സൊക്കെ നമ്മളോട് വന്നിട്ട് പറയുന്നത് ഇത്രയും നാൾ ഇവർക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു, ഇപ്പോൾ ഭയങ്കര പ്രശ്നമാണ്. പണ്ട് ഞാൻ ഇങ്ങനെയൊന്നും പറയുമ്പോൾ അവൾ പ്രതികരിക്കത്തേ ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ ഭയങ്കര പ്രതികരണമെന്നല്ല, അത് ചിലപ്പോൾ അങ്ങ് ആങ്കർ കൂടുന്നു, അഗ്രഷനിലായി പോകുന്നു, കുട്ടികളോട് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഒരു ലേഡി നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറിയ കുട്ടിയാണ്, 2 വയസ്സുള്ള കുട്ടിയാണ്, പക്ഷേ വല്ലാതെ കുട്ടി അങ്ങ് അടിച്ചു പോവുക. ആൾ വിചാരിക്കുന്നതിനേക്കാളും ഫോഴ്സ്ഫുള്ളി അടിച്ചു പോയത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടിയുടെ ദേഹത്ത് ഈ ചുമപ്പ് കാണുമ്പം ആൾക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ ഷീസ് ഹാമിങ് ഹെർസെൽഫ്. തന്നെത്താൻ അതുപോലെ അതിലും വലിയ കയ്യിൽ ചുമക്കട്ടെ എന്ന് വിചാരിച്ച് അത്ര എന്ന് പറഞ്ഞാൽ ആ ഒരു മൊമെൻറ്റിൽ ആളുടെ കയ്യിൽ നിന്ന് പോവാണ്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ്, കാരണം ആൾക്ക് നമ്മളതിൻ്റെ ആളുടെ ഒരു റൂട്ട് കോസ് മനസ്സിലായപ്പോൾ എന്താണ്, ആളൊരു കുറച്ച് ഇമോഷണലി സെൻസിറ്റീവായിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഒരു പോസ്റ്റ്മോർട്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ആൾക്ക് വർക്കും ലൈഫും കൂടെ മാനേജ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഹസ്ബൻഡ് ചോദിക്കുന്നത്, ആദ്യത്തെ കുട്ടിയുടെ പ്രസവാനന്തരം ഒരു പ്രശ്നമില്ല, മൂത്ത കുട്ടിക്ക് 6 വയസ്സുണ്ട്, ഒരു പ്രശ്നവും ഇല്ലാത്ത ആൾ, ഇന്ന് വരെ ഇങ്ങനെയൊന്നും പ്രതികരിക്കാത്ത ആൾ ഇപ്പം എന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നു? അപ്പോൾ ഇങ്ങനെ ലേഡീസ് ഇഷ്യൂസ്, പക്ഷേ നേരത്തെ ആണെന്ന് പറഞ്ഞാൽ ലേഡീസ് ഇതെല്ലാം സപ്രസ് ചെയ്ത് വെക്കും. ഇപ്പോൾ ഇവർ കുറച്ചുകൂടെ എക്സ്പ്രസ് ചെയ്യാനും പിന്നെ അവർ കുറച്ചൊക്കെ ഫിനാൻഷ്യലി ഫ്രീഡം ഉണ്ടായതുകൊണ്ട് അവർക്ക് അപ്രോച്ച് ചെയ്യാനും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അവയർനെസ് കിട്ടുമ്പം ഇതെനിക്ക് എന്തോ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി അപ്രോച്ച് ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം വളരെ കൂടുതലാണ്. നമുക്ക് ലേഡീസിന് വേണ്ടി വെൽനെസ്സിന് വേണ്ടി തന്നെ നമുക്ക് 1 ഇയർ നീണ്ടു നിൽക്കുന്നൊരു പ്രോഗ്രാമുണ്ട്, സെനോറ ദ റിയൽ ലേഡി എന്ന് പറഞ്ഞിട്ട്, ലേഡീസിൻ്റെ വെൽനെസ്സിന് എക്സ്ക്ലൂസീവായിട്ട്. അപ്പോൾ ആ പ്രോഗ്രാം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾ ഓവർ ദ വേൾഡ് ഒരു മോർ ദാൻ 2000 ലേഡീസ് ചെയ്ത് കഴിഞ്ഞു. കാരണം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് പോകുന്ന സ്ത്രീകളുണ്ട്. അവർക്ക് ഇനിയെങ്കിലും ഇങ്ങനെ എനിക്ക് സഹിച്ച് ജീവിക്കണ്ട എന്ന മനസ്സിലാക്കലിൽ നിന്ന് വരുന്ന സ്ത്രീകൾ ധാരാളം ഇപ്പം ആത്മയുടെ ക്ലയൻസ്. യൂഷ്വലി ഇത് ഫാമിലി പ്രോബ്ലംസ് ആണോ അതോ വേറെ എന്തെങ്കിലും? പല പ്രോബ്ലംസ് ഉണ്ട്. അതായത് എന്താ പറയുക, ശാരീരികമായിട്ടുണ്ടാവുന്ന ഹോർമോണൽ ചേഞ്ചും ബാക്കിയുള്ള കാര്യങ്ങളും. പെരിമെനോപോസൽ സ്റ്റേജ് ഈസ് വൺ ഓഫ് ദ റീസൺ. ദെൻ പോസ്റ്റ്മോർട്ടം, പ്രഗ്നൻസിയും ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ടൈം, പിന്നെ അതുപോലെ വർക്ക് ലൈഫ് മാനേജ് ചെയ്യാൻ പറ്റാതെ, അത് പ്രൊഫഷണൽസാണ് ഒരുപാട് വരുന്നത്. എസ്പെഷ്യലി അതിനകത്ത് ഡോക്ടേഴ്സ് മീൻസ് കമ്മ്യൂണിറ്റി ഒരുപാടുണ്ട്. കാരണം അവർക്ക് ഈ ഡോക്ടേഴ്സ്, നേഴ്സസ്, കാരണം ഇവർക്ക് ഈ ടൈമിങ്സ് ഒന്നും കറക്റ്റായിട്ട് അല്ലല്ലോ, ഷിഫ്റ്റ് ഉള്ളപ്പം ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്യുക, വർക്കും ലൈഫും കൂടെ മാനേജ് ചെയ്യാൻ പറ്റാതെ, പിന്നെ അത് മാത്രമല്ല സോഷ്യൽ പ്രഷേഴ്സ് ഒത്തിരി, പിന്നെ കരിയർ ആസ്പിറേഷൻസ് അതൊന്നും വേണ്ട രീതിയിൽ നടക്കാൻ പറ്റാതെ വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ. ഇന്നത്തെ കുട്ടികളുടെ മൈഗ്രേറ്റഡ് സ്റ്റുഡൻസ് നമുക്ക് ഒരുപാടുണ്ട്, എസ്പെഷ്യലി ലേഡീസ്. അവിടെ ചെന്ന് കഴിയുമ്പം ഇവർക്ക് ഒറ്റപ്പെട്ടെന്നുള്ള ഫീലിങ്, ഒറ്റയ്ക്കായെന്നുള്ള ഫീലിങ്, വിൻ്റർ ഡിപ്രഷൻസിനെ സഹിക്കാനായിട്ട് പറ്റുന്നില്ല. അതുപോലെ കപ്പിൾ ഇഷ്യൂസ്, അവിടെ കോ ലിവിങ് ചെയ്യുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഇപ്പം ഇവിടുന്ന് മാരി ചെയ്തിട്ട് ഉടനെ പോകുന്ന ആളുകൾ, അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് അവരുടെ ഇഷ്യൂസ് ഡിഫറെൻ്റ് ആണ്. പക്ഷേ മെജോറിറ്റിയും ഈ കൈൻഡ് ഓഫ് ഈ ഇമോഷണൽ സെൻസിറ്റീവ്നെസ്സിൽ നിന്നുണ്ടാകുന്ന അവരുടേതായിട്ടുള്ള, അപ്പോൾ അവരുടെ നോർമൽ ലൈഫിനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, വർക്ക് ലൈഫൊന്നും ബാലൻസ്ഡ് ആക്കി കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ, ആങ്ഷ്യസ് ആവുന്നു, പെട്ടെന്ന് ആങ്ഷ്യസ് ആവുന്നു. ചിലപ്പം ഒരു കുട്ടിയാണെങ്കിൽ അവർക്ക് ഒരു മോർ ദാൻ 2 months ലീവ് കിട്ടിയിട്ട് ആളൊത്തിരി ജേർണീസൊക്കെ പ്ലാൻ ചെയ്തു, പക്ഷേ ഡോർ സ്റ്റെപ്പിൽ നിന്ന് അങ്ങോട്ട് പോയില്ല. ആളുടെ കംഫർട്ട് സോണിൽ മാത്രം ഇരുന്ന് നെറ്റ്ഫ്ലിക്സും വാച്ച് ചെയ്ത് ഇങ്ങനെ ഇരുന്നു. കാരണം ദാറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ഡിപ്രഷൻ, പക്ഷെ ആരും ഐഡൻറ്റിഫൈ ചെയ്യത്തില്ല. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വരുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് ഡിപ്രഷൻ, ആങ്സൈറ്റി പോലുള്ള ഇതുമായിട്ട് വരുന്ന ആളുകൾക്ക് ഈ തെറാപ്പീസ് വഴി ഓൾമോസ്റ്റ് അവരുടെ ഈ ഒരു സംഭവങ്ങളെ ക്യൂർ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. കാരണം ന്യൂറോ സയൻസ് ഇപ്പോൾ അത്രയും ഡെവലപ്ഡ് ആണ്. നമുക്ക് ബ്രെയിനിന് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നൊരു കണ്ടീഷനുണ്ട്. വാട്ട് ഈസ് ദിസ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് ചോദിച്ചാൽ, ഏത് ഏജിലും പ്രോപ്പർ ടൂൾ ഉപയോഗിച്ച് നമ്മളുടെ ബിഹേവിയേഴ്സിനെ മാറ്റിയെടുക്കാം, തോട്ട് പാറ്റേണിനെ മാറ്റിയെടുക്കാം, നമ്മളുടെ കോഗ്നിറ്റീവ് റീസ്ട്രക്ചർ നമുക്ക് ചെയ്യാം. പക്ഷേ പ്രോപ്പർ ടൂൾ വേണം.
പ്രോപ്പർ ടൂൾ എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രൊഫഷണൽ ടൂൾസ് യൂസ് ചെയ്യണം. അല്ലാതെ നമ്മളിപ്പോൾ മരം മുറിക്കാൻ ഒരു ബ്ലേഡ് കൊണ്ട് പോയിട്ട് കാര്യമില്ല. മരം മുറിക്കണമെങ്കിൽ വുഡ് കട്ടർ തന്നെ വേണം. അവിടെയാണ് CBT പോലുള്ള DBT പോലുള്ള തെറപ്യൂട്ടിക്കൽ അപ്രോച്ചസിൻ്റെ ഇൻവോൾവ്മെൻറ്റ്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി, ഡയലറ്റിക്കൽ ബിഹേവിയർ തെറപ്പി, എവറിത്തിങ് സ്റ്റാർട്ട്സ് ഫ്രം അവർ കോഗ്നീഷൻ അല്ലേ? നമ്മുടെ ചിന്തകളിൽ നിന്നാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ വാർ നടക്കുന്നു, ആരുടെയൊക്കെയോ ചിന്തകളിൽ വാർ നടന്നിട്ടാണ് ഈ റിയൽ വാർ നടക്കുന്നത്. ഇപ്പോൾ വലിയൊരു ബിൽഡിംഗ് ഉണ്ടാവുന്നു, ആർക്കിടെക്റ്റിൻ്റെ തോട്ടിലാണ് ഫസ്റ്റ് ആ ബിൽഡിംഗ് ഉണ്ടാവുന്നത്. സോ ഈ തോട്ടിനെ റീസ്ട്രക്ചർ ചെയ്യാൻ അവർ പഠിച്ചു കഴിഞ്ഞാൽ ദേ ക്യാൻ ഹാൻഡിൽ ഓൾ ദീസ് ഇഷ്യൂസ്. അതുമാത്രം പോരാ, അതൊരു സിവിയർ ലെവലിലേക്ക് പോയി, ഡിപ്രഷൻ, ആൻസൈറ്റി എന്തോ ആയിക്കോട്ടെ, ഒബ്സഷൻ, എന്തും സിവിയർ ലെവലിലോട്ട് പോയാൽ മെഡിക്കേഷൻ പ്ലസ് തെറാപ്പിയാണ്. ഇപ്പോൾ അതൊരു മൈൽഡ് ലെവൽ അല്ലെങ്കിൽ ഒരു സബ് ക്ലിനിക്കൽ ലെവൽ, ഇതിന് ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ട്. രോഗമായിട്ടില്ല, ചില ലക്ഷണങ്ങൾ മാത്രമായിട്ടേ നിൽക്കുന്നുള്ളെങ്കിൽ തെറപ്പി കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റും. പക്ഷേ മാജിക്കല്ല, ഒന്ന് വന്ന് സംസാരിച്ചാൽ എല്ലാ പ്രശ്നവും തീരില്ല. അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലം ബേസ്ഡ് ആയിട്ട് ഒരു ട്രെയിനിങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം. ഓക്കെ. ഈ കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ, ഈ സ്കൂളിലെ പ്രോബ്ലംസ്, പിന്നെ ഇവർ പെട്ടെന്ന് എന്താ പറയുക ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ. ഇപ്പം റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് നമ്മൾ കണ്ടാണ്, ഒരു കോളേജിലെ ഒരു കുട്ടി അധ്യാപകനായിട്ടുള്ള ഒരു ഇഷ്യൂ. അതൊക്കെ നമ്മൾ പല സംഭവങ്ങൾ നമ്മൾ കണ്ടാണ്. ശരിക്കും ഞാനിപ്പോൾ ആലോചിക്കരുത്, നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളെയൊക്കെ ടീച്ചേഴ്സൊക്കെ ശരിക്കും തല്ലിയും അടിച്ചും ഒക്കെ അല്ലേ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ. ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമ്മളൊക്കെ എത്ര ആത്മഹത്യ ചെയ്യേണ്ട ആൾക്കാരല്ലേ. ഞാൻ ആലോചിക്കുമായിരുന്നു, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പണ്ടൊക്കെ ടീച്ചേഴ്സ് ശരിക്കും അടിക്കുമായിരുന്നു, അടിച്ച് കൈ പൊട്ടിക്കഴിഞ്ഞാൽ മരുന്ന് വരെ വെച്ചിരുമായിരുന്നു. ഇപ്പം അടി എന്ന് പറഞ്ഞ സംഭവം ഇല്ലാന്ന് തന്നെ പറയാം. അല്ല, ഹൈക്കോടതി വീണ്ടും പറഞ്ഞു ആവശ്യമുണ്ടെങ്കിൽ ചെറിയ വടിയൊക്കെ എടുക്കാമെന്നുള്ളത്. ശരിക്കും കുറച്ച് ചെറുതായിട്ടൊക്കെ കൊടുക്കണം. അപ്പോൾ കുട്ടികളുടെ ഈ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും ആലോചിക്കുന്നത്, ഈ ഒരു ചെറിയ മനസ്സിൽ ഇവർ ചെറുപ്പം മുതൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇവർ ഈ വീട്ടിലുള്ള പാരൻസിൻ്റെ ബിഹേവിയർ പോലും, സംസാരവും ബാക്കിയുള്ള കാര്യങ്ങളും, പിന്നെ ഇവർ കാണുന്ന TV, ഇവർ കാണുന്ന കാർട്ടൂൺ, പിന്നെ ഇവരെന്തൊക്കെയാണോ ഇടപഴകുന്നത് അതെല്ലാം ഇവരുടെ ഈ ഒരു ബിഹേവിയറുമായിട്ട് കണക്റ്റഡ് ആണല്ലോ ചെറുപ്പം മുതലേ. അപ്പോൾ അത്തരത്തിൽ ഈ കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് ഇവരുടെ ഈ ഒരു മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കുക? ഫസ്റ്റ് ഓഫ് ഓൾ എവറിത്തിങ് സ്റ്റാർട്ട്സ് ഫ്രം ഹോം. നമ്മൾ വിചാരിക്കും ഇപ്പോഴും മീഡിയ ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെ അവരെ കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ്, മൂവി സ്റ്റാർസ് ആണെന്ന്. നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. കുഞ്ഞുങ്ങൾ കാണുന്നത് പേരൻസിനെയാണ്. അവർ എസ്പെഷ്യലി ഒരു ഹ്യൂമൻ്റെ ഡ്രാസ്റ്റിക് ഗ്രോത്ത് ഈസ് ഹാപ്പനിങ് ഫ്രം വൂം ടിൽ 6 years. അതായത് അമ്മയുടെ ഗർഭപാത്രം തൊട്ട് 6 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് നടക്കുന്നത്. മോൻ്റെ പ്രായം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അവരൊരു ക്ലീൻ സ്ലേറ്റാണ്. അവർ കാണുന്നതും കേൾക്കുന്നതും എല്ലാം അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ പേരൻസ് ആൻഡ് ഗ്രാൻഡ് പേരൻസ്. അപ്പോൾ ഹോം എൻവയോൺമെൻറ്റ് ബെറ്റർ ആയിരിക്കണം, പേരൻ്റൽ റിലേഷൻഷിപ്പ് ബെറ്റർ ആയിരിക്കണം, കുഞ്ഞുമായിട്ട് പേരൻസിനും ഗ്രാൻഡ് പേരൻസിനും ഉള്ള ബന്ധം ബെറ്റർ ആയിരിക്കണം. അത് ബെറ്റർ ആയിരിക്കണമെന്ന് പറയുമ്പോൾ ഒരിക്കലും ചിന്തിക്കരുത് എപ്പോഴും ഒക്കത്ത് വെച്ച് എടുത്തുകൊണ്ട് നടന്ന് ഓവർ പാമ്പറിങ് ചെയ്യുന്ന, അത് ഒരിക്കലും ബെറ്റർ ആയിട്ടുള്ളതല്ല. നമുക്കെപ്പോഴും എന്താ പറയുന്നത്, ഒരു ബാലൻസ്ഡ് ലെവലിലായിരിക്കണം. ഇന്ന് പലപ്പോഴും കാണുന്നൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹോം എൻവയോൺമെൻറ്റ് ഒട്ടും കൺജീനിയൽ അല്ല, ഹെൽത്തി അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ പോലും നടക്കുന്നില്ല. നമ്മളെല്ലാവരും ബിസി വേൾഡിലാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് സ്പീച്ച് ഡിലേസ്, ബിഹേവിയർ ഇഷ്യൂസ്, പെരുമാറ്റ വൈകല്യം, സ്വഭാവ വൈകല്യം ഒക്കെ വരുന്നത് വീട്ടിൽ പ്രോപ്പർ എൻവയോൺമെൻറ്റ് അല്ലാത്തതുകൊണ്ടാണ്. റീസെൻറ്റ് സ്റ്റഡീസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹൗ ദ ഹോം എൻവയോൺമെൻറ്റ്, how the parental relationship, that is directly proportional to the kids overall development, including the pencil holding capacity. എന്നാൽ ഒരു കുഞ്ഞ് എത്ര വേഗം പെൻസിൽ ഹോൾഡ് ചെയ്യാൻ പഠിക്കുന്നു എന്ന് പോലും ഉള്ളത് അത് ആ വീടിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്? ശരിയാണ്, നമ്മളുടെ വീട് തന്നെ. അത് പേരൻസ് തമ്മിൽ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുന്നതല്ല, കുഞ്ഞ് കാണുന്നതാണ് മോഡൽ ചെയ്യുന്നത്, പറയുന്നത്. അവിടെയാണ് നമുക്ക് അടുത്ത പ്രശ്നം. നമുക്ക് മലയാളികൾക്ക് നമ്മൾ ഇൻറ്റു ദ കറക്ഷൻ പാർട്ടാണ്. ചെറിയ പ്രായം തൊട്ടേ നമ്മളങ്ങ് കറക്റ്റ് ചെയ്യാനുള്ള ശ്രമമാണ്. കറക്ഷനല്ല, കണക്ഷനാണ്. അവർ നമ്മളെ കൂലം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ അബ്സോർബ് ചെയ്യും. അപ്പോൾ നമ്മളുടെ ബിഹേവിയേഴ്സ് നമ്മൾ കണ്ടിട്ടില്ലേ കുട്ടികൾ മോഡൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ബിഹേവിയേഴ്സാണ് ഏറ്റവും കൂടുതൽ അവരെ ഇമ്പാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കപ്പിൾസ് തമ്മിൽ വിഷയം ഉണ്ടെങ്കിൽ എവിടെ നോക്കിയാൽ മതി? കുട്ടിയുടെ ബിഹേവിയറിൽ നോക്കിയാൽ മതി.
നമ്മൾ മുതിർന്നവരായതുകൊണ്ട് ഇത് മറച്ചു വെക്കാനും ഒളിച്ചു വെക്കാനും പബ്ലിക്കിലോട്ട് പോകുമ്പം മറയ്ക്കാനൊക്കെ പറ്റും. പക്ഷേ കുട്ടിയുടെ ബിഹേവിയറിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, പാരൻസിൻ്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം കുട്ടി എങ്ങനെ പ്രതികരിക്കുന്നു, കുട്ടി എങ്ങനെ ഓരോ കാര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നു, റിയാക്റ്റ് ആണോ ചെയ്യുന്നത്, അതോ ഇങ്ങനെ പേടിച്ച് സപ്രസ് ചെയ്ത് വെച്ചേക്കുവാണോ, അവൻ്റെ ടാലൻസ് ഷോക്കേസ് ചെയ്യുന്നുണ്ടോ, അവളുടെ ഫ്രണ്ട്ഷിപ്പ് നല്ല ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ആണോ, ഇതൊക്കെ നമുക്ക് നോക്കുമ്പോൾ തന്നെ പാരൻസിൻ്റെ റിലേഷൻഷിപ്പ് നമുക്ക് റേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഹോം എൻവയോൺമെൻറ്റ് മാക്സിമം എൻജോയബിൾ ആക്കി കൊടുക്കുക. എൻജോയബിൾ ഇൻ ദ സെൻസ് റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കേണ്ട സമയത്ത് റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ലൈഫ് സ്കിൽസ് ഇല്ല. അവർക്ക് ഒത്തിരി നോളജുണ്ട്, അവർക്ക് എയിൽ നോളജുണ്ട്, അവർക്ക് മറ്റു പല നോളജുണ്ട്, സ്കിൽസ് ഉണ്ട്. പക്ഷേ അവർക്ക് ലൈഫ് സ്കിൽസ് ഇല്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെ ജീവിക്കണമെന്നറിയത്തില്ല, ഒരാളോട് എങ്ങനെ പെരുമാറണം എന്നറിയത്തില്ല, സ്വന്തം ഡ്രസ്സ് എങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കണമെന്നറിയത്തില്ല, എങ്ങനെ ബാത്ത് ചെയ്യണം എന്നറിയത്തില്ല. അപ്പോൾ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരു ഫാമിലി ഹോം എൻവയോൺമെൻറ്റ് വളരെ നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഡിജിറ്റൽ ടോക്സിസിറ്റിയിൽ നിന്നും നമുക്കിന്ന് കുഞ്ഞുങ്ങളെ പുറത്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ആദ്യം ഹോം എൻവയോൺമെൻറ്റ്. ഇപ്പോൾ നമ്മൾ കിഡ്സിന് വേണ്ടി നമ്മുടെ അടുത്ത് തെറപ്പിക്ക് വരുമ്പോൾ ഞങ്ങൾ പറയും, കിഡ്സിന് മാത്രമല്ല വേണ്ടുന്നത്, നമുക്ക് പേരൻസിനെ അറിയണം. നമ്മൾ പേരൻസിനെ അറിയും, അവരുടെയും ഇഷ്യൂസ് മനസ്സിലാക്കും, അവരുടെ പേഴ്സണാലിറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ട് പേരൻസിന് പാരൻ്റൽ മാനേജ്മെൻറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നൊരു ട്രെയിനിങ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അതായത് കുട്ടിക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ. അപ്പോൾ കുട്ടിക്ക് മാത്രം ട്രെയിനിങ് കൊടുത്താൽ ഒരിക്കലും മാറില്ല, മനസ്സിലാവും. ഒരു പരിധി വരെ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാം, ഒരിക്കലും ഒരു കംപ്ലീറ്റ് ചേഞ്ച് ആവത്തില്ല. ഒരു 50-60% കൊണ്ടുവരാം, പിന്നെയും ഇത് റിലാപ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അതേ സെയിം ഹോം എൻവയോൺമെൻറ്റിലല്ലേ നിൽക്കുന്നത്. അപ്പോൾ പേരൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അതാരാണോ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുന്നത്, ഗ്രാൻഡ് പേരൻസ് ആണെങ്കിൽ ഗ്രാൻഡ് പേരൻസ്. പക്ഷേ ഹോം എൻവയോൺമെൻറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് പ്രൈമോസ്റ്റ് തിങ്. നമ്മൾ പേരൻസിനെയാണ് മോഡൽ ചെയ്യുന്നത്. ശരിയാണ്. ഇപ്പം എനിക്ക് വ്യക്തമായിട്ട് പല കാര്യങ്ങളിൽ നിന്ന് ഞാൻ എൻ്റെ മകനിൽ നിന്ന് കാണുന്നതാണ്. തീർച്ചയായിട്ടും പല കാര്യത്തിലും അവൻ എന്നെ അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട്, ശ്വേതനെ അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്നതൊക്കെ കൂടുതലും നല്ല കമ്മ്യൂണിക്കേഷൻ. അച്ഛനും അമ്മയും ഉണ്ട്. എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ ഉള്ളത് കൊണ്ടും ശ്വേതയുടെ അച്ഛനും അമ്മയായിട്ടുള്ള ഇൻട്രാക്ഷൻ, അങ്ങനെ ഗ്രാൻഡ് പേരൻസ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ, അതൊക്കെ ശരിക്കും കുട്ടികൾ പെട്ടെന്ന് സംസാരിക്കാൻ ഏറ്റവും വലിയ കാര്യമാണ്. അല്ല, ഇന്ന് പല കുഞ്ഞുങ്ങൾക്കും ഈ ഇൻട്രാക്ഷൻ നമ്മളെക്കാട്ടി കൂടുതൽ സംസാരിക്കുന്നത് ചിലപ്പം ഗ്രാൻഡ് പേരൻസ് ആയിരിക്കും. പക്ഷെ എല്ലാ പേരൻസിനും അങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല. പക്ഷേ എങ്കിലും ഒരു നമ്മൾ നേരത്തെ പറയായിരുന്നു ക്വാണ്ടിറ്റി ടൈം ആയിരുന്നു, അത് മാറി ക്വാളിറ്റി ടൈമായി. ഇന്ന് അതും മാറി ഇൻറ്റൻസ് ടൈം ആയിട്ടുണ്ട്. നമ്മൾ കുഞ്ഞിൻ്റെ കൂടെ 5 മിനിറ്റ് ആയിക്കോട്ടെ 10 മിനിറ്റാണോ സ്പെൻഡ് ചെയ്യുന്നത്, ആ സ്പെൻഡ് ചെയ്യുന്ന അവേഴ്സ് പർട്ടിക്കുലർലി അവർക്ക് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യണം. പക്ഷെ നമുക്കിന്ന് പറ്റുന്നത് എന്താ, ചിലപ്പോൾ നമ്മൾ 5 മണിക്കൂർ കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, പക്ഷേ കുഞ്ഞിന് വേണ്ടി കൊടുക്കുന്ന അവേഴ്സ് വളരെ. അപ്പോൾ എനിക്ക് ഒരിക്കലും ആ ന്യൂസ് വായിച്ചപ്പോൾ അതിശയം തോന്നി. ഐശ്വര്യ റായിക്ക് കുഞ്ഞുണ്ടായ സമയത്ത് ഇങ്ങനെ ആർട്ടിക്കിൾ ഒരു ന്യൂസ് വന്നു, ഷീ സ്പെൻഡിങ് 2 hours in a day with her kid എന്ന്. അപ്പോൾ ഞാൻ ചിന്തിച്ചത്, ഒരമ്മ 2 മണിക്കൂർ കുഞ്ഞിൻ്റെ കൂടെ ചിലവഴിക്കുന്നത് എന്തിനാ വാർത്തയാക്കുന്നതെന്നുള്ളത്. ആക്ച്വലി നമുക്കറിയാലോ അവരുടെ 2 മണിക്കൂറിൻ്റെ വില എത്രയാണെന്നുള്ളത്. പക്ഷേ ആ 2 മണിക്കൂർ ആൾ കുഞ്ഞിന് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നത്, ആ 2 മണിക്കൂർ ഈസ് ഇനഫ് എന്ന് ഞാൻ പറയും. പക്ഷേ അത് ഇൻറ്റൻസ് ടൈം ആയിരിക്കണം. വാട്ട് ഈസ് ദിസ് ഇൻറ്റൻസ്? ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ പറ്റിപ്പോകുന്ന പ്രശ്നം അതാ. ചിലപ്പം ഈ വീട്ടിൽ ഹോം മേക്കറായിട്ടിരിക്കുന്ന അമ്മമാർ പോലും കുഞ്ഞിന് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടായിരിക്കും, കുളിപ്പിക്കുന്നുണ്ടായിരിക്കും, ഫീഡ് ചെയ്യുന്നുണ്ടായിരിക്കും എല്ലാം. പക്ഷേ കുഞ്ഞുമായിട്ടുള്ള ആ ഒരു ഇൻറ്റൻസ് ടൈം ഈസ് നോട്ട് ദെയർ. നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസും ബിഹേവിയർ ഇഷ്യൂസും ഒക്കെ ആയിട്ട് വരുമ്പോൾ പറയുന്ന, മാഡം ഞാൻ കുഞ്ഞിൻ്റെ കൂടെ 24 മണിക്കൂറും ഉണ്ട്, പക്ഷേ ദാറ്റ് ഇൻറ്റൻസ് ടൈം ഈസ് നോട്ട് ദെയർ. അപ്പോൾ ആ ഒരു ഇൻറ്റൻസ് ടൈം കൊണ്ടുവരിക ഫാമിലികളിൽ. അത് വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കുട്ടികളുടെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ സോൾവ് ചെയ്യാമെന്നല്ല, ഇപ്പം ഈ ന്യൂറോ ഡൈവേർജൻ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട് എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ ഓട്ടിസം സ്പെക്ട്രം അല്ലെങ്കിൽ ADHD പോലുള്ള വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ, ഇങ്ങനെ വരാന്ന് അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. അവർക്കൊരു കാര്യത്തിൽ ശ്രദ്ധിച്ചിരിക്കാനായിട്ട് പറ്റില്ല. അതുപോലെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ഉള്ള കുട്ടികളെന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഒട്ടും പറ്റില്ല, ഹൈപ്പർ ആക്ടിവിസം കാണത്തില്ല, പക്ഷെ അവർക്കൊരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ അതുപോലെ തന്നെ എന്ത് പറഞ്ഞാലും തറുതല പറയുന്ന കുട്ടികൾ, ഒരു ഒപ്പോസിഷൻ നേച്ചറുള്ള കുട്ടികൾ, ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളെ നമ്മൾ
എത്ര മീൻസ് ഇൻ ദ സെൻസ് വീട്ടിനകത്ത് എത്ര ഹോം എൻവയോൺമെൻറ്റ് നന്നാക്കി ഇൻറ്റൻസ് ടൈം ഒക്കെ കൊടുത്താലും ശരിയാകത്തില്ല. കാരണം അവർക്ക് പ്രോബ്ലം ഈസ് ന്യൂറോ ഡൈവേർജൻറ്റ്. അവരുടെ ബ്രെയിനിൻ്റെ ന്യൂറോൺസ് ആൻഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ വന്നിരിക്കുന്ന പ്രശ്നം. അതിന് പ്രോപ്പർ മെഡിക്കേഷനും തെറാപ്പിയും കൂടിയേ തീരും. അതായത് ഇപ്പോൾ ചെറിയൊരു ജലദോഷമൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ മാനേജ് ചെയ്യാം. പക്ഷേ ആ കുട്ടിക്ക് ഒരു ന്യൂമോണിയ ആയി കഴിഞ്ഞാൽ ഒരിക്കലും വീട്ടിൽ മാനേജ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അതിന് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണമല്ലോ എന്ന് പറയുന്ന പോലെ തന്നെയുള്ള കണ്ടീഷൻ. അപ്പം നമുക്ക് എന്തും ക്ലിനിക്കൽ രോഗാവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പ്രൊഫഷണൽസ് കൂടിയേ മതിയാകും. കുട്ടികൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഇത് കാണിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും ഒരു പരിധി വരെയൊക്കെ. ഇപ്പം സ്കൂളിൽ പോകുമ്പം ഒരു കുട്ടി പറയാണ് പെട്ടെന്ന് എനിക്ക് സ്കൂളിൽ പോകാൻ താല്പര്യമില്ല, ഇല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു വിമുഖത കാണിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവുമല്ലോ. ഉണ്ടാവും. അല്ല, ഒരിക്കൽ പറയുന്നത് പ്രശ്നമില്ല സുജിത്ത്. കാരണം എല്ലാ ദിവസവും എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോകാൻ താല്പര്യം ഉണ്ടാവത്തില്ല. പ്രത്യേകിച്ച് നമ്മുടെ അക്കാഡമിക് സിസ്റ്റത്തിൽ ഇരുത്തിയുള്ള ഈ കിൻഡർ ഗാർഡൻ തൊട്ട് IAS ആകാനുള്ളൊരു ട്രെയിനിങ് ഇറ്റ്സ് നോട്ട് ഗുഡ്. നിരന്തരമായിട്ട് യാതൊരു വിധത്തിലുള്ള താല്പര്യമില്ല. നമ്മൾ ഏതെല്ലാം രീതിയിൽ അത് ഫ്ലെക്സിബിളാക്കി കൊടുക്കാൻ വെച്ചാലും താല്പര്യമില്ല. ആക്ടിവിറ്റീസ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്താലും താല്പര്യമില്ല. അങ്ങനെ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടിയുടെ അസസ്മെൻ്റ് എടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ചില കുട്ടികൾക്ക് ആൻസൈറ്റി ഉണ്ട്. ചെറിയ പ്രായത്തിൽ 6 വയസ്സ് ആൻസൈറ്റി ഉള്ള കുട്ടികളുണ്ട്. എന്നാൽ അവർ ഈ പേരൻറ്റിൽ അവരുടെ ആ ഒരു കംഫർട്ട് സോൺ വിട്ട് എങ്ങോട്ടും പോയില്ല. എനിക്കൊരു കേസ് ഉണ്ടായിരുന്നത്, ആത്മയിലേക്ക് വന്നൊരു കേസ്, ഒരുപാട് കേസുകളുണ്ട്, ഞാൻ ഇന്നും വളരെ വ്യക്തമായിട്ട് ഓർക്കുന്ന ഒരു കേസ്. ഈ കുട്ടിക്ക് ഏതാണ്ട് 11 വയസ്സായി. എന്നിട്ടും ഇവൻ്റെ സ്കൂൾ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ നന്നായിട്ടൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇറ്റ്സ് നിൽ. എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകുന്ന ഫോഴ്സിൽ തന്നെ അതുപോലെ തിരിച്ചു വരും. എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അവന് വൊമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ അവന് തലകറക്കം പോലെ തോന്നും. അവൻ ടീച്ചേഴ്സിനോട് പറയും, വയ്യാന്ന് പറയും, സിക്ക് റൂമിൽ പോവും, അമ്മ വരും, തിരിച്ചു കൊണ്ടുവരും. ബേസിക്കലി നമ്മൾ ഒരു 11 വയസ്സായപ്പോഴാണ് അവർ അസസ്മെൻറ്റിലേക്ക് വരുന്നത്. അസസ്മെൻറ്റിലേക്ക് വന്നപ്പോഴാണ് മനസ്സിലായത് കുട്ടിക്ക് കടുത്ത സോഷ്യൽ ആൻസൈറ്റി ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 2-3 പേരെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ആൾ ആങ്ഷ്യസ് ആവും. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യുക? അത് സോഷ്യൽ ആൻസൈറ്റിയും ആങ്ഷ്യസ് നേച്ചറും ഉണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള തെറാപ്പി കൊടുത്ത് മെഡിസിൻസ് വേണമെങ്കിൽ മെഡിസിൻസും കൂടെ ഇൻവോൾവ് ചെയ്ത് ഈ കുട്ടിക്ക് നമുക്ക് തെറാപ്പിയുടെ ആവശ്യമേ വന്നുള്ളൂ. നല്ലൊരു തെറാപ്യൂട്ടിക്കൽ അപ്രോച്ചസ് കൊടുത്തപ്പോൾ അവന് അതിൽ നിന്ന് നമ്മൾ ഗ്രാജുവൽ എക്സ്പോഷർ കൊടുക്കും. ഓൾ ഓഫ് എ സഡൻ അല്ല, പതുക്കെ ചെറിയ എക്സ്പോഷേഴ്സ് ചെറിയ ഗ്രൂപ്പുമായിട്ട് മിങ്കിൾ ചെയ്യിച്ച് പേരൻസിനും അതിന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പേരൻ്റൽ ട്രെയിനിങ്സ് കൊടുത്ത് നൗ ഈസ് കംപ്ലീറ്റ്ലി ഓക്കെ. ഇല്ലെങ്കിൽ എന്താ, ഒരിക്കലും അവൻ അമ്മയുമായിട്ട് അത്രയും ക്ലിങ്ങിങ്നെസ്സാണ്. എന്തിനും അമ്മ വേണം, അമ്മ എല്ലാം ചെയ്തു കൊടുക്കണം. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ അടുത്തൊരു ആൻസൈറ്റി ഉണ്ട്, അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അമ്മ വീട്ടിലായിരിക്കുമ്പോൾ അമ്മ എവിടെയെങ്കിലും പോകുമോ, അമ്മ വിട്ടിട്ട് പോകുമോ എന്ന് പറയുന്ന ഒരു ആൻസൈറ്റി ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്കൂളിൽ ചെന്നാൽ എത്രയും വേഗം വീട്ടിലേക്ക്, അമ്മയോടുള്ള ഓവർ ക്ലിങ്ങിങ്നെസ്സും സോഷ്യൽ ആൻസൈറ്റിയും കൂടെ ചേർന്നിട്ടായിരുന്നു 11 വയസ്സ് വരെ അവൻ സ്കൂളിൽ റെഗുലറായിട്ട് പോയിട്ടില്ല. മനസ്സിലായി. എനിക്ക് വേറൊരു ആങ്സൈറ്റി ഉണ്ട്. എനിക്ക് ഈ ക്രൗഡ് ഭയങ്കര പേടിയല്ല, നീ ഭയങ്കര പ്രശ്നമാണ്. എനിക്കിതുവരെ തൃശ്ശൂർ പൂരം കാണാൻ പോലും പോകാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഉത്സവങ്ങൾക്ക് പോകാൻ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പോഴല്ല, പണ്ട് പോലെ എനിക്ക് അങ്ങനെയാണ്. എനിക്ക് വലിയ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഡിസ്കംഫർട്ടാണത്. ഇപ്പം പിന്നെ കൂടുതലായിട്ടുണ്ട് അത് കുറച്ചും കൂടി. ഞാൻ പലവണ്ണം തൃശ്ശൂർ പൂരം കാണാൻ പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടോ? ട്രോമാസ് ഒന്നും ഇല്ല, എനിക്കറിയത്തില്ല എന്താ സംഭവം എന്നുള്ളത്. ഇവരൊക്കെ പോകണമെന്ന് പറയുമ്പോഴും ഞാൻ നിങ്ങൾ പോക്കോ, അല്ലെ ഞാൻ കൊണ്ടുവിടാം, അങ്ങനെ ഞാൻ വിട്ടിട്ട് വരും. എനിക്ക് സ്പെയിനിലെ മറ്റേ ടൊമാറ്റോ ഫെസ്റ്റിവലിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് അങ്ങനെ എന്തായാലും കൺസൾട്ട് ചെയ്യണം. എനിക്ക് അങ്ങനത്തെ കുറച്ച് അതൊരു കൈൻഡ് ഓഫ് സോഷ്യൽ ആൻസൈറ്റി തന്നെയാണ്. പക്ഷെ എന്നാ എനിക്ക് ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യാനോ സംസാരിക്കാനോ അങ്ങനത്തെ എനിക്ക് ഒരു തവണ KLF പോയ സമയത്ത് എനിക്കിത് ഫീൽ ചെയ്തു. ഞാൻ KLF കഴിഞ്ഞ തവണ KLF എന്ന് പറയുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കോഴിക്കോട്, അതൊരു ശരിക്കും വലിയൊരു പൂരപ്പറമ്പ് പോലെയാണത്. ഒരു കൺട്രോൾ ഇല്ലാത്ത ക്രൗഡായിരുന്നു കഴിഞ്ഞ തവണ. ഞാൻ അവിടെ സ്റ്റേജിൽ നിന്ന് തിരിച്ച് നടന്നു വരുന്ന വഴിക്ക് എനിക്ക് ഇതുപോലെ ഭയങ്കരമായിട്ട് ആങ്സൈറ്റി പോലെയൊക്കെ ഉണ്ടായി. എനിക്ക് ക്രൗഡ് സമയത്ത് എന്തെങ്കിലും പാൽപിറ്റേഷൻ അങ്ങനെയൊന്നുമില്ല, പക്ഷെ എനിക്ക് എന്തോ ഭയങ്കര ഒരു ഡിസ്കംഫർട്ട്. എനിക്ക് അവിടെ എങ്ങനെയെങ്കിലും മാറി ഒരു ശാന്തമായിട്ട് ഒരു റൂമിൽ പോയിരുന്നാൽ മതി, അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു എനിക്ക്. അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ക്രൗഡ് എന്നും ഉള്ള സംഭവം അല്ലാത്തത് കൊണ്ട്
മാനേജ് ചെയ്തു പോകുന്നു അല്ലേ? ആയിരിക്കാം. അത് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ശരിക്കും നമ്മളത് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. അത് നമുക്ക് എന്തെങ്കിലും ചിലർക്ക് ഇതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടായതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ നമുക്ക് നമ്മൾ പോലും അറിയാതെ ഈ വായിച്ചതോ മനസ്സിലാക്കിയതോ എവിടെയെങ്കിലും ഒരു ഫിയർ ഫാക്ടർ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ടായിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് ക്ലോസ്ഡ് എൻവയോൺമെൻറ്റ്സ് പറ്റാത്ത ആളുകളായിരിക്കും. കുറേ ഇങ്ങനെ ആളുകളിങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ ചിലർക്ക് ലിഫ്റ്റിനൊക്കെ പ്രോബ്ലം ഉണ്ട്. ക്ലോസ്ഡ് എൻവയോൺമെൻറ്റ്സിൽ അവർക്ക് ആൻഷ്യസ് ആവും, ക്ലസ്ട്രോഫോബിക്. ഇത് ക്ലസ്ട്രോഫോബിക് അല്ലെങ്കിലും അതുപോലൊരു ക്രൗഡ് വരുമ്പോൾ നമ്മളൊരു ക്ലോസ്ഡ് ഫീലിംഗ് ആണല്ലോ. കുറേ ക്രൗഡിൻ്റെ നടുക്ക് നമ്മൾ ഇപ്പോൾ അതിലേതാണെന്നുള്ളത് നമ്മളൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പോട് കൂടി അസസ് ചെയ്തിട്ട് ഒരു തെറപ്പി എടുത്താൽ കംപ്ലീറ്റ്ലി ഓക്കെ ആവും. പിന്നെ ഏത് ക്രൗഡിലും പോവാം. അത് ശരി. പിന്നെ നമ്മൾ ആങ്സൈറ്റിയുടെ കാര്യം പറഞ്ഞു, ഡിപ്രഷൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ ഈ സ്ട്രെസ്സ് റിലീവ് ചെയ്യുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു, പിന്നെ കുട്ടികളുടെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു, പിന്നെ സ്ത്രീകൾ വിത്ത് ആങ്സൈറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇനി ഇതൊക്കെ അല്ലാതെ വേറെ എന്തൊക്കെ കേസുകളാണ് നമുക്ക് യൂഷ്വലി കാണപ്പെടുന്നത്? ഏറ്റവും കൂടുതൽ ആത്മഹത്യാ പ്രവണതയും ടെൻഡൻസി ഒക്കെ വരാറുണ്ടോ? തീർച്ചയായിട്ടും. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരാൾ കൺസൾട്ട് ചെയ്യാൻ പോകുമോ അതോ ആത്മഹത്യ ചെയ്യത്തില്ലേ? അല്ല, ആത്മഹത്യ ചെയ്യാൻ എൻ്റെ പീക്കിൽ നിൽക്കുമ്പോഴല്ല. ഈ ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ആരും ചെയ്യുന്ന പ്രോസസ്സ് അല്ല. ഇവരുടെ മൈൻഡിൽ കുറേ നാളുകൊണ്ട് നടക്കുന്നുണ്ട്. അതിനെ പറയുന്നത് സൂയിസൈഡൽ ഐഡിയലേഷൻസ് എന്നാണ്. നമ്മുടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലെ റോയിക്ക് എന്തായിരിക്കും സംഭവിച്ചത്? നമുക്ക് കൃത്യമായിട്ട് കേസ് പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അനുമാനം എന്താണെന്ന് ചോദിച്ചാൽ പല അനുമാനങ്ങളുണ്ട്. അതിൽ സ്ട്രോങ് ആയിട്ട് വന്നിരിക്കുന്ന ഒന്ന്, ആളൊരു ഡിപ്രഷനിലായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ലാസ്റ്റ് നമ്മളുടെ ഒരു പോഡ്കാസ്റ്റിൽ ഈവൻ ദോ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു പൊസിഷനിലിരിക്കുന്ന ആളായതുകൊണ്ട് ആ പോഡ്കാസ്റ്റ് ഞാൻ കണ്ടു. അരുൺ ബി നായറുമായിട്ടുള്ള ആക്ച്വലി ആ പോഡ്കാസ്റ്റ് അതിൽ ഞാനും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായതുകൊണ്ട് എനിക്ക് ആ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്ന് നോക്കിയതാണ്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ലൈഫിലെ എല്ലാ ആഗ്രഹങ്ങളും കഴിഞ്ഞു, ഇനിയൊരു ഫ്ലൈറ്റ് ക്രാഷ് ആവുകയാണെങ്കിൽ എനിക്കതിനകത്തൊരു ഭയമില്ല. അപ്പം ഞാൻ സത്യത്തിൽ ആ പോഡ്കാസ്റ്റ് കേട്ടപ്പോൾ അദ്ദേഹം ഇത്രയും ഒരു ഏബിൾഡ് പേഴ്സൺ, അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ തന്നെ എപ്പോഴും കോൺഫിഡൻറ്റ് റോയി എന്നാണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഇതിൽ നിന്നേ നമ്മളെപ്പോഴും അത് കേൾക്കത്തുള്ളൂ. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഹീസ് ദാറ്റ് മച്ച് ഇൻ ടു എല്ലാം നമ്മൾ പറയുമല്ലോ, ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു പാത്ത് വേ. ലൈഫിലെല്ലാം എനിക്ക് ഓക്കെ ആയി, ഐ എം എൻജോയ്ഡ് എ ലോട്ട്, ഞാൻ വളരെ ഒരു സെറിനിറ്റിയിലാണ് ഇപ്പോൾ എന്നുള്ള ഫീലാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ ഈ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ ഇത് സംസാരിച്ചപ്പം വൺ ആയുർവേദിക് ഡോക്ടർ എന്നോട് പറഞ്ഞത് ഹീസ് അണ്ടർ ഡിപ്രഷൻ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അന്ന് പറഞ്ഞു ഇപ്പോൾ ഒരു ക്രാഷ് ആയാലും കുഴപ്പമില്ല, എനിക്കിപ്പോൾ വേണമെങ്കിലും മരിക്കാം എന്നുള്ളത്. അത് വെച്ചിട്ട് ഞാനൊന്ന് സ്റ്റഡി ചെയ്ത് നോക്കിയപ്പോൾ എനിക്കും തോന്നുന്നു മേ ബി ഡിപ്രഷനിലായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ ഡിപ്രഷനൊന്നും നമുക്ക് ഈ ഒറ്റയ്ക്കിരിക്കുക അല്ലെങ്കിൽ ഓടിപ്പോവുക അല്ലെങ്കിൽ ഒരിടത്ത് മാത്രം കിടക്കുക എന്നുള്ളതല്ല. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ഡിപ്രസീവ് മൂഡും അതിനോടൊപ്പം ഒരു ക്രൈസിസ്, ഒരു സ്ട്രെസ്സും, ദിവസങ്ങൾ നീണ്ടു നിന്ന ആ ഒരു ഇൻസ്പെക്ഷനും അത് എല്ലാം കൂടെ താങ്ങാൻ വയ്യാത്ത ഒരു മൊമെൻറ്റിലാണ് അങ്ങനെ സൂയിസൈഡ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. സൂയിസൈഡ് ഒരിക്കലും ഓൾ ഓഫ് എ സഡൻ ആളുകൾ ചെയ്യാറില്ല. അത് വളരെ മൈന്യൂട്ട് പെർസെൻറ്റേജേ ഉള്ളൂ അത്രയും ഒരു ഇമ്പൾസീവായിട്ടൊരു ഡിസിഷൻ എടുത്ത് ജീവൻ അവസാനിപ്പിക്കുന്നത്. ബാക്കി എല്ലാവരും തന്നെ നേരത്തെ ഇവരുടെ ഉള്ളിൽ കൂടെ എവിടെയൊക്കെയോ ജീവിതത്തോടുള്ള വിരസതയും ജീവിതം മതിയായി എന്നുള്ള ഫീലിങ്ങും അല്ലെങ്കിൽ എന്തിനിങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു എന്നുള്ള ഫീലിങ്ങും ഞാനിത് നിർത്തുന്നതല്ലേ നല്ലതെന്നും പല പ്രാവശ്യം ഇവരുടെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ടായിരിക്കും. സൂയിസൈഡൽ ഐഡിയലേഷൻസ് എന്നാണ് അതിനെ പറയുന്നത്. ആ ഉള്ളിൽ കൂടെ പോയിട്ട് അത് കൃത്യമായിട്ട് അവർക്കൊട്ടും പറ്റാതെ വരുന്നൊരു സാഹചര്യം വരുമ്പോൾ, കഴിഞ്ഞ ദിവസം ഞാനൊരു ഡോക്ടറുടെ ടോക്ക് കേട്ടപ്പോൾ പറഞ്ഞതാണ്, പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടക്കുന്ന ആളുടെ കയ്യിൽ വോട്ട് ചെയ്ത മഷിയുടെ പാട് കണ്ടപ്പം ഇന്നലെ രാവിലെ പോയി വോട്ട് ചെയ്ത മനുഷ്യനാണ് ഇന്ന് എൻ്റെ ടേബിളിൽ കിടക്കുന്നത്. ആത്മഹത്യ ചെയ്ത് ഇന്നലെ ഞാനും വോട്ട് ചെയ്തതാണ്. അങ്ങനെയാണ്, ഭയങ്കര ആക്റ്റീവ് തന്നെയായിരിക്കും. ഇന്ന് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ജോസഫ് അന്നംകുട്ടി എനിക്ക് തോന്നുന്നു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ തന്നെയാണെന്ന് തോന്നുന്നു ഒരു ഡയലോഗ് പറഞ്ഞത് എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. നാളെ ഞാൻ ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത വന്നാൽ നിങ്ങളാരും ഞെട്ടരുത്.
കാരണം അത്രയും ഒരു കോർട്ടിസോൾ പ്രൊഡക്ഷൻ, അതായത് സ്ട്രെസ് ഹോർമോണുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എവിടേക്കോ കയറി ഇറങ്ങി പോകുന്നുണ്ട്. അഡിലേഷൻ, സൂയിസൈഡൽ അഡിലേഷൻ. ഈ സൂയിസൈഡ് ചെയ്യുന്നവർ പല രീതിയിൽ നമുക്ക്, ഞാൻ ഇങ്ങനെ ഒരു തോട്ട് എൻ്റെ ഉള്ളിലുണ്ടെന്ന് നമ്മളോട് പറയാതെ പറയുന്നുണ്ട്. ശരിയാ, പക്ഷെ നമുക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഈ നമ്മൾ പേരെടുത്ത് പറയണ്ട, പക്ഷെ എന്നിരുന്നാലും ചില ആളുകളെ, ചില കേസുകളൊക്കെ വന്നപ്പോഴത്തേക്കിനും മാധ്യമങ്ങൾ അവരെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്ത് ക്രൂശിച്ച കുറേ സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കിപ്പം ജീവിതത്തിലുണ്ട്. ശരിക്കും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, പക്ഷേ ഇവരുടെയൊക്കെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്തതിൻ്റെ വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അത് നമ്മളുടെ ഇമോഷണൽ റെസീലിയൻസ് ആണ്. മേ ബി അതായിരിക്കാം. നല്ല ഇമോഷണൽ റെസീലിയൻസ് ഉള്ളവർക്ക്. ഇപ്പോൾ ഡോക്ടറെ ആരെങ്കിലും വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ, നിങ്ങളുടെ ഈ കംപ്ലീറ്റ് ഇമേജും തകർക്കുന്ന രീതിയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ചേർന്ന് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ, അത് പ്രത്യേകിച്ച് പോപ്പുലർ പബ്ലിക് ഫിഗർ ആയിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും റോയ് ചെയ്ത പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ല, നമ്മളെ അഫക്റ്റ് ചെയ്യും. പക്ഷേ അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്ര കണ്ട് പോയാലും നമ്മളുടെ ഈ ജീവൻ എടുക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു എന്താ പറയുന്നത്, അത് അവരുടെ ഒരു മെൻ്റലി ഇല്ലാണെന്നാണ് കാണിക്കുന്നത്. മെൻ്റലി ഇല്ലാണ്, അല്ലെങ്കിൽ അത്ര കണ്ട് സീറോ ലെവൽ സപ്പോർട്ട്. ഞാൻ പറയും, ഒരു മനുഷ്യനെങ്കിലും എന്നെ കേൾക്കാനുണ്ടെങ്കിൽ, മനസ്സിലായി, ഒരാളെങ്കിലും എന്നോട് ഒരു മിനിറ്റെങ്കിലും എമ്പത്തറ്റിക്കലായിട്ടൊന്ന് ആ മൊമെൻറ്റിൽ എന്നോടൊന്ന് ഇടപെട്ടാൽ കഴിഞ്ഞു. നിങ്ങളുടെ ഈ ഒരു കരിയറിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ എന്ത് പറയും? എല്ലാം ഒരിക്കലും മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ്, അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കേസസ് ആണ് നമുക്ക്. അല്ലെങ്കിൽ അത്ര ഇമോഷണൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളതോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കേസ് പേര് പറയണ്ട? അത് നമ്മളുടെ ക്ലൈൻ്റായി വന്ന് 1-2 ദിവസത്തിനകത്ത് തന്നെ സൂയിസൈഡ് ചെയ്ത ഒരു 25-കാരിയാണ്. സൂയിസൈഡ് ചെയ്തു. ഷീസ് നോ മോർ. യു കുഡന്റ് സേവ്. അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു, ഒറ്റയ്ക്ക് താമസിക്കാൻ പാടില്ല, ഒറ്റയ്ക്കാവാൻ പാടില്ല, മെഡിസിൻസ് ഒരു തരത്തിലും സ്കിപ്പാവാൻ പാടില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടിയെ സൂപ്പർവൈസ് ചെയ്യാൻ ആരുമില്ലാതെ ആയിപ്പോയി. അങ്ങനെ ഒരു മൊമെൻറ്റിൽ അവൾ ആരും അറിഞ്ഞില്ല, അവിടെ നിന്ന് ഇറങ്ങിയും, അവൾ താമസിച്ചുകൊണ്ടിരുന്ന, അവളെ സൂപ്പർവൈസ് ചെയ്യാൻ ആളുകളുള്ള സ്ഥലത്ത് നിന്ന് അവൾ ഇറങ്ങിയും അവളുടെ അമ്മയുമായിട്ട് അത്രയധികം ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. ഒരു മനുഷ്യൻ ഇത്രയധികം വിധേയപ്പെട്ട് പോകരുത് എന്ന് പറയുന്ന ഒരു ലെവലിലുള്ള ഡിപ്പെൻഡൻസി. ഇവൾ സിംഗിൾ ചൈൽഡാണ്. അമ്മയ്ക്ക് മോക്ക് അമ്മ എന്നുള്ള രീതിയിലാണ് ഇവർ വന്നത്. 3 മാസം മുമ്പ് അമ്മ പെട്ടെന്നൊരു രോഗം വന്ന് മരിക്കുക. ആ 3 മാസത്തിന് ശേഷം ഇവളുടെ എൻഗേജ്മെൻറ്റ് ഏപ്രിൽ 11 നടക്കേണ്ടതാണ്. ഏപ്രിൽ 9 രാത്രിയിൽ അവൾ ആ വീട്ടിലേക്ക് എത്തുന്നു, സൂയിസൈഡ് ചെയ്യുന്നു. ഭയങ്കര വേദനയായിപ്പോയി, വല്ലാത്ത വേദന. നമ്മൾ പ്രത്യേകം എല്ലാം ഇത് മെൻ്റൽ ഹെൽത്തിൽ വളരെ ചുരുക്കം, നമുക്ക് ഒരു 99% സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മളതിനുള്ള എല്ലാ എഫേർട്ടും എടുക്കും. പക്ഷേ കയ്യിൽ നിന്ന് പോയല്ലോ എന്നറിഞ്ഞപ്പം ഞങ്ങളുടെ പ്രോഗ്രാം മാനേജേഴ്സ് തൊട്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തൊട്ട് എല്ലാവരും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തിയൊരു കേസായിരുന്നു. അതുപോലെ ജീവൻ രക്ഷിച്ച ധാരാളം കേസുകൾ. അതല്ലേ ഞാൻ പറഞ്ഞത്, 98% നമുക്ക് രക്ഷിക്കാനാണ്. കറക്റ്റ് ടൈമിൽ എത്തണം, നമ്മൾ പറയുന്ന പോലെ കാര്യങ്ങൾ ഫോളോ ചെയ്യണം. ഇത് പറയാണ്ടിരിക്കാം, ഈ ഒരു സംഭവം, ഇങ്ങനെ ഒരു കുട്ടി നിങ്ങളുടെ പേഷ്യൻ്റ് ആയിരുന്നു, മരിച്ചു എന്നുള്ളത് വേണം നിങ്ങൾക്ക് പറയാണ്ടിരിക്കാം. പക്ഷേ യു സെഡ് ഇറ്റ്. ഇങ്ങനെ ആയിരിക്കുമായിരുന്നു എന്തങ്ങനെ പറഞ്ഞു, അത് അങ്ങനെ പറയുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അങ്ങനെയല്ല, ഇതിനകത്ത് എല്ലാം പോസിബിളാണ്. ഇപ്പോൾ ഡോക്ടറുടെ അടുത്ത് എത്തി എന്ന് പറഞ്ഞിട്ട് മരിക്കാതിരിക്കില്ലല്ലോ. ശരിയാ. ഡോക്ടർ പറയത്തില്ലേ, 1 മിനിറ്റൂടെ മുമ്പായി എൻ്റെ അടുത്ത് കൊണ്ടുവന്നായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു അരമണിക്കൂർ മുമ്പേ കൊണ്ടുവന്നായിരുന്നെങ്കിൽ ലൈഫ് സേവ് ചെയ്യുക, എത്ര എക്സ്പേർട്ട് ഡോക്ടറാണെങ്കിലും. അപ്പോൾ ഈ കുട്ടി തന്നെ വന്നാണോ നിങ്ങളുടെ അടുത്ത്? അല്ല, അവരുടെ ആളുടെ ഒരു റിലേഷൻ കസിനാണ് നമ്മളെ അപ്രോച്ച് ചെയ്യിച്ചത്. പക്ഷേ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് പ്രോഗ്രാം ഒന്ന് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളായിരുന്നു. നമ്മളതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നിർദ്ദേശങ്ങളും കൊടുത്ത്, എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും കൊടുത്ത്, ഡയറക്റ്റ് മെസ്സേജസും അവൾക്ക് വേണ്ടുന്ന സെഷൻസും എല്ലാം കൊടുത്ത് മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ ആ പൈൽസിൻ്റെ കാര്യം പറഞ്ഞ പോലെ, പൈൽസിൻ്റെ ഡോക്ടറെ കാണാൻ പോകുന്ന പറയുന്ന ആളുകൾക്ക് ഒരു നാണക്കേട് കുറച്ചിലൊക്കെയാണ്. എന്നെ ആളുകൾ കളിയാക്കുമോ എന്നൊക്കെയുള്ളൊരു ചിന്തയാണ്.
അപ്പോൾ ഈ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സമൂഹം എന്നെ ഒരു ഭ്രാന്തനായിട്ട് അല്ലെങ്കിൽ ഒരു മാനസിക രോഗിയായിട്ട് മുദ്ര കുത്തുമോ എന്നുള്ളൊരു ചിന്താഗതിയാണ് പല ആളുകളെയും ഇതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊരു പരിധിവരെ ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് എത്രത്തോളം അനോണിമസ് ആയിട്ട് നിങ്ങളെപ്പോലുള്ള ആളുകളെ കൺസൾട്ട് ചെയ്യാൻ സാധിക്കും? ആത്മ ഏറ്റവും കൂടുതൽ ഉറപ്പ് കൊടുക്കുന്നൊരു കാര്യം അതാണ്. കോൺഫിഡൻഷ്യലായിട്ട് അവരുടെ സ്പേസിലിരുന്നുകൊണ്ട് സൈക്യാട്രിസ്റ്റ് തൊട്ട് എത്ര എക്സ്പേർട്ട് തെറപ്പിസ്റ്റുകളെയും കാണാനുള്ള സൗകര്യം. അത് ഓൺലൈനാണ്. നമ്മളുടെ ഒരു മോർ ദാൻ 80% ക്ലയൻസും ഫ്രം ഓൾ ഓവർ ദ വേൾഡ്. ഓക്കെ. അപ്പോൾ ഈ ഓൺലൈൻ ഡോക്ടറുമായിട്ട് ചെയ്യുന്ന സംഭാഷണങ്ങളൊക്കെ സേഫ് ആൻഡ് സെക്യൂർ ആണോ? വെരി സേഫ്. നമ്മളൊരിക്കലും ഒരു സ്ഥലത്തും അത് റെക്കോർഡഡോ അവരേത് പ്ലാറ്റ്ഫോം പറയുന്നോ ആ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ അവരെ കണക്ട് ചെയ്യും. അത്രയും കോൺഫിഡൻഷ്യലാണ്. നമ്മളിവരുടെ ഈവൻ ബേസിക് ഡേറ്റ, അതായത് അവരുടെ ഡേറ്റ പോലും നമ്മൾ അത്രയും സുരക്ഷിതമായിട്ട് മാത്രമേ വെക്കുള്ളൂ. അതുമാത്രമല്ല, നമ്മളുടെ ഈവൻ തെറപ്പിസ്റ്റ് പോലും അവരുടെ വെയറബൌട്ട്സ് ഒന്നും തന്നെ അന്വേഷിക്കില്ല. പക്ഷെ പല കാര്യങ്ങളും ഓപ്പണായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ട ആവശ്യകതയുണ്ടല്ലോ. ഉണ്ട്. ഈവൻ ദോ അങ്ങനെ അറിഞ്ഞാൽ പോലും അത് വളരെ കോൺഫിഡൻഷ്യലായിട്ട് കീപ്പ് ചെയ്യണമെന്നുള്ളതാണ് ഈ പ്രൊഫഷൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പ്രിൻസിപ്പൾ. ഇപ്പോൾ നിങ്ങളുടെ അടുത്തൊരു പേഷ്യൻ്റ് വന്ന് പറയുകയാണ്, പുള്ളി അല്ലെങ്കിൽ ഒരു ഹി ഓർ ഷീ ഇറ്റ് ഈസ് കമ്മിറ്റഡ് എ ക്രൈം, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മാനസിക പ്രശ്നമാണ് അവർക്ക്. അതൊരു കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷനാണ്, നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ആ ക്രൈം ആണെന്ന് പറഞ്ഞ് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യണമെന്നാണ്. റിപ്പോർട്ട് ചെയ്യണമെന്നാണ്. ഓക്കെ. അത് നിങ്ങളുടെ എത്തിക്സ് അങ്ങനെയാണ്. രണ്ട് സമയത്ത് മാത്രമാണ് നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ. ഒന്ന്, അവരുടെ ലൈഫിന് അത് ഹാംഫുൾ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ. രണ്ട്, മറ്റുള്ളവരുടെ ലൈഫിന് ഹാംഫുൾ ആണെന്ന് അറിഞ്ഞാൽ. മീൻസ് ഇൻ ദ സെൻസ് അതൊരു സൈഡ്. രണ്ട്, സെക്ഷൽ എന്തെങ്കിലും അബ്യൂസ് ഓർ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കുട്ടികളുടെ കേസിൽ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളത് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. കുട്ടികളായിട്ട് ഈ സെക്ഷൽ അബ്യൂസ് ആയിട്ടുള്ള കേസുകൾ വന്നിട്ടുണ്ടോ? നമ്മൾ ഉടനെ തന്നെ അത് ഗവൺമെൻറ് സെൻറ്റേഴ്സിലേക്ക് റെഫറൻസ് കൊടുക്കും. അങ്ങനെയുള്ള കേസുകൾ വന്നിട്ടുണ്ടോ? വളരെ കുറവാണ്. വളരെ കുറച്ച്. കൂടുതൽ എനിക്ക് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അതൊക്കെ തുറന്ന് പേരൻസായിട്ട് സംസാരിക്കുന്ന. അതിപ്പോൾ നമുക്ക് സ്കൂൾ കൗൺസിലേഴ്സ് ഉണ്ടായതുകൊണ്ട് സ്കൂൾ കൗൺസിലേഴ്സ് തന്നെ അത് ഹാൻഡിൽ ചെയ്തിട്ട് നമ്മളപ്പോഴേ സ്കൂൾ അതോറിറ്റീസിനെ അറിയിക്കും. ചൈൽഡ് ലൈനിൽ കേസ് പോവും. ചൈൽഡ് ലൈൻ ത്രൂ ആ കേസ് പോവും. ഈ ജെൻസികൾക്കിടയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മെൻ്റൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ജെൻസീസിൻ്റെ ആക്ച്വലി ജെൻസി നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഭയങ്കര പ്രശ്നക്കാരൊന്നുമല്ല. അവർ നല്ല കുട്ടികളാണ്. പക്ഷേ ജെൻസിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇമോഷണലി സെൻസിറ്റീവ് ആണെന്നുള്ളതാണ്. വളരെയധികം ഇമോഷണലി സെൻസിറ്റീവാണ്. അത് മനഃപൂർവ്വമായിട്ട് അവരങ്ങനെ ആകണമെന്ന് വിചാരിച്ച് അവരാകുന്നതല്ല. അവർ ലൈഫ് സ്റ്റൈൽ ഈസ് വൺ ഓഫ് ദ റീസൺ. നമ്മളെല്ലാവരും ഇന്ന് സെൻസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് ഈ ഒരു സെൻസിറ്റീവ്നെസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർക്ക് പെട്ടെന്ന് ഇമോഷണൽ ആകും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആങ്ഷ്യസ് ആകും. അതുപോലെ തന്നെ ഇമോഷണൽ ലോൺലിനെസ് വളരെ കൂടുതലാണ്. അതായത് ഇന്നത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് അല്ലേ. ഫേക്ക് എന്ന് പറഞ്ഞാൽ അൺറിയലിസ്റ്റിക് ഫ്രണ്ട്ഷിപ്പ് എന്ന് നമ്മൾ പറയും. ഇപ്പോൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ 1500 ഫോളോവേഴ്സ് ഉണ്ട്, എനിക്ക് പല വാട്സപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്, എനിക്ക് മറ്റു പല ഷെയർ ചാറ്റ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷെ റിയലി എനിക്കാരുമില്ല. എൻ്റെ ഒരു റിയൽ ഇഷ്യൂ പറയാനായിട്ടല്ലേ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന മാനറിൽ ആരുമില്ല. അപ്പോൾ അതൊരു ഇല്യൂഷൻ, ഫ്രണ്ട്ഷിപ്പ് ഇല്യൂഷൻ എന്നതിന് പറയുന്നത്. നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ എനിക്കൊരു റിയൽ ടച്ചുള്ള കണക്ടിവിറ്റി ഉള്ള ഫ്രണ്ട്സ് വളരെ കുറവാണ്. ഇനി അടുത്തൊരു പ്രശ്നം, അങ്ങനെ ഇവർ ഈ സെൻസിറ്റീവ് ആയതുകൊണ്ട് ഇവർക്ക് ഈ റിയൽ ഇന്നർ സർക്കിളിലേക്ക് വരുന്ന കണക്ഷനൊക്കെ ഫ്യൂ ആയിരിക്കും. 1-2 പേര് അല്ലെങ്കിൽ 3 പേര്. അപ്പോൾ അവരോട് അങ്ങ് വല്ലാതെ ഓവർ അറ്റാച്ച്ഡ് ആയി പോവുക. പിന്നെ ആ ഫ്രണ്ട് ഇല്ലെങ്കിൽ പറ്റില്ല. ആളുടെ പ്രയോറിറ്റി എപ്പോഴും വേണം. ആളെ ഒരു 24/7 ബേസിസിൽ എൻ്റെ കൂടെ തന്നെ ആയിരിക്കണം. അതിൽ നിന്നൊരു പൊസസീവ്നെസ് ഉണ്ടാവുക. അപ്പോൾ എക്സ്ട്രീംസിലേക്ക് പോവുകയാണ്. ഇമോഷൻസ് എല്ലാം അതിൻ്റെ എക്സ്ട്രീംസിലേക്ക് പോവുക എന്നതാണ് ജെൻസീസിനെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. തീർച്ചയായിട്ടും എയ്തർ ഇൻ ടു ദ ഡിപ്പെൻഡൻറ്റ് പാർട്ട്, ഭയങ്കരമായിട്ട് ആൾ വേണം എന്നുള്ള ഭയങ്കര തോന്നൽ, ഇല്ലെങ്കിൽ ഇൻ ടു ദ എക്സ്ട്രീം സൈഡ്. ഒരു ഇനീഷ്യൽ നമ്മൾ പറയും NRE എന്ന് പറയും, ന്യൂ റിലേഷൻഷിപ്പ് എനർജിയൊക്കെ കഴിയുമ്പോൾ പിന്നെ കഴിഞ്ഞു,
ഈ പണ്ടത്തെ ഈ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ബ്രേക്കപ്സും അതേപോലെ തന്നെ ഡൈവേഴ്സും ഒക്കെ ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട്. രണ്ട് റീസൺസ് ആണ്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഇപ്പം മൂവ് ഓൺ ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഫ്രീഡം ഉണ്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും, ആ ഒരു ചിന്തയിലേക്ക് പോകുന്നു. പക്ഷേ എന്നിരുന്നാലും പല ബ്രേക്കപ്പുകളും പല ഡൈവേഴ്സുകളും ഏറ്റവും ഒന്ന് ഇരുന്ന് സംസാരിച്ചാൽ, പരസ്പരം ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന ബന്ധങ്ങൾ മുറിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു ബന്ധം ഉണ്ടായി വരാനാണ് പാട്, അല്ലേ? ശരിയല്ലേ? തീർച്ചയായിട്ടും. റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ഇറ്റ്സെൽഫ് ആൻ ആർട്ട് ആൻഡ് സ്കിൽ. അതെ. അപ്പോൾ ഒരു പരസ്പരം ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന ചെറിയ പ്രശ്നമായിരിക്കും. ചിലപ്പോൾ മറ്റു രണ്ടുപേരുടെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ഇതാണോ നിൻ്റെ പ്രശ്നം എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ അവർക്കത് വലിയ പ്രശ്നമായിരിക്കും. യെസ്. കാരണം ഇമോഷൻസ് എല്ലാവർക്കും ഉണ്ടെങ്കിലും ഫീലിങ്സ് ഡിഫറെൻറ്റാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു എൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്ലേറ്റ് താഴെ വീഴുന്നു. സുജിത്തിന് ഫീൽ ചെയ്യുന്ന സുജിത്തിൻ്റെ കുഞ്ഞാണ് എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണത്. എങ്ങനെയായിരിക്കും? ഇതുപോലെ ഒരേ ഇമോഷൻസ് ആയിരിക്കും, പക്ഷേ ഫീലിങ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുമായിട്ട് ഇത് കൂട്ടിച്ചേർക്കാം. ഇമോഷണലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് എനിക്കിന്ന് രാവിലെ ഉണർന്നപ്പോൾ അവൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചില്ല എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ്. മറ്റേ ആളെ സംബന്ധിച്ച് കോഫി ഇട്ടുകൊണ്ട് കൊടുത്തു, ചിരി പാസ്സാക്കിയില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ആൾക്കത് ആ ചിരിയാണ് വലുത്. അപ്പോൾ ഇതുപോലെ. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല, കമ്പാരിസൺസ് ആണ് കൂടുതൽ നടക്കുന്നത്. അതുമാത്രമല്ല, രണ്ടുപേരുടെയും വർക്കിൻ്റെ സ്ട്രെസ്സ്, അങ്ങനത്തുള്ള കാര്യങ്ങൾ, പിന്നെ ഈ ഡിജിറ്റൽ ഓവർ ഇൻഫ്ലുവൻസ്, ഡിജിറ്റൽ ടോക്സിഫിക്കേഷൻ എന്ന് തന്നെ അതിനെ പറയാം. ഒരു വന്നാൽ ഉടനെ ഇതിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, ഇതിലിരിക്കുക. അപ്പം ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നേരെ കമ്മ്യൂണിക്കേറ്റ് പോലും ചെയ്യുന്നില്ല. നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴാണ് മനസ്സിലാകുന്നത് കമ്മ്യൂണിക്കേഷൻ പോലും പ്രോപ്പർ നടന്നിട്ടില്ല. ഇനി റിലേഷൻഷിപ്പ്, അവരുടെ ഇൻഡെപ്ത് റിലേഷൻഷിപ്പിലേക്കൊക്കെ വരുമ്പോൾ, ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ സുജിത്ത് അത് വിശ്വസിക്കുകയോ കേട്ടോണ്ടിരിക്കുന്നവർ എത്രത്തോളം വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷം, 7 വർഷം, 10 വർഷമായിട്ടും ഒരു പ്രോപ്പർ സെക്ഷൽ റിലേഷൻഷിപ്പ് ഇല്ല, ഒരു ഇൻ്റർകോഴ്സ് നടന്നിട്ടില്ല. അങ്ങനത്തുള്ള കപ്പിൾസ് ഉണ്ട്. അവർ പക്ഷെ ഒരുമിച്ചങ്ങ് ജീവിച്ചങ്ങ് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ എന്താ ആവശ്യം? 10 വർഷം കഴിഞ്ഞപ്പോൾ കുട്ടി വേണം. അപ്പോൾ അതിനുവേണ്ടി അപ്പോൾ മനസ്സിലായി നമ്മൾ തമ്മിലൊരു പ്രോപ്പർ റിലേഷൻഷിപ്പ് ഇല്ല. ഇതിനകത്ത് ഭയങ്കര രസമെന്ന് പറഞ്ഞാൽ രണ്ടുപേരും ക്വാളിഫൈഡ് പ്രൊഫഷണൽസാണ്. ഒരാൾ ഇൻ ടു ദ മെഡിക്കൽ പ്രൊഫഷൻ, അതിനുള്ള ഒരു മെന്റൽ ഒരു ഇതിലേക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പോലും അവിടെ നടക്കുന്നു. ശരിക്കും ഈ സെക്ഷൽ ഹെൽത്ത് എന്ന് പറയുന്നതും ഒരു പരിധി വരെ മെന്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റഡ്. തീർച്ചയായിട്ടും വളരെയധികം കണക്റ്റഡ്. ഒരു പരിധി വരെ അല്ല, വളരെയധികം കണക്റ്റഡ് ആണ്. അപ്പോൾ ആ ഒരു മൂഡിലേക്ക് വരിക, ആ ഒരു കെയറിങ് കൊടുക്കുക, ആ ഫീൽ ഉണ്ടാകുക, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ കപ്പിൾസിൻ്റെ ഇടയിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാം ചെറിയ കാര്യങ്ങളെപ്പോലും എന്താ പറയുന്നത് വലിയ വിഷയങ്ങളാക്കുന്നു, വലിയ വിഷയങ്ങൾ തീർത്തു എടുക്കാതിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഭയങ്കരമായിട്ടുണ്ട്. തന്നെയല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു പ്രോബ്ലം വന്നാൽ ഈ പ്രോബ്ലം തീർക്കാൻ വിളിക്കുന്ന ആരാ? എൻ്റെ എക്സിനെ വിളിക്കുക, അല്ലെങ്കിൽ നിൻ്റെ എക്സിനെ വിളിക്കുക. പ്രോബ്ലം സോൾവേഴ്സ് ഇന്ന് എക്സാണ്. ഇവർ 5 പേരും കൂടെ കൂടിയിട്ട് വേറൊരു പ്രോബ്ലം ഉണ്ടാകുകയാണ്. ഒരു പ്രൊഫഷണൽ അപ്രോച്ച്, അല്ലെങ്കിൽ അങ്ങനെ ഈവൻ ദോ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് വന്നാൽ നമ്മൾ കാണുന്ന പലർക്കും പേഴ്സണാലിറ്റി പ്രോബ്ലംസ് ഉണ്ട്. ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ പറയുന്ന പേഴ്സണാലിറ്റി ഡിസോർഡറും ട്രെയ്റ്റും ഇന്ന് വളരെയധികം കൂടുതലാണ്. ഞങ്ങളുടെ അടുത്ത് വന്ന ഒരു 40-ൽ പരം കേസുകൾ ഞങ്ങൾ പഠിച്ചതിൽ അതിലെ സ്ത്രീകൾക്ക് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ, ഒരു വ്യക്തിത്വ വൈകല്യമാണ്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ ഇമോഷണലി ഭയങ്കര ഫ്ലക്ച്വേറ്റഡ് ആയിരിക്കും. മാത്രമല്ല എപ്പോഴും ഇവർക്കൊരു അബാൻമെൻറ്റ് ഫീലിംഗ് ആയിരിക്കും. ഞാൻ ഒറ്റയ്ക്കാണ്, ഒറ്റപ്പെട്ടു. അതുകൊണ്ട് ഇവരുടെ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റാണ്. വാട്ട് ഈസ് ദിസ് ആങ്ഷ്യസ് അറ്റാച്ച്മെൻ്റ് എന്ന് ചോദിച്ചാൽ, ഈ ആൾ എപ്പോഴും റീഅഷുറൻസ് കൊടുത്തുകൊണ്ടിരിക്കണം. മോളെ, ഞാൻ നിന്നെ ഇട്ടിട്ട് പോകത്തില്ല, നിൻ്റെ കൂടെ തന്നെ ഞാനുണ്ട്, നീ ഇല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ വന്നാലും നിന്നെ കൈവിടത്തില്ല. ഇങ്ങനെ റീഅഷുറൻസ്, ഇവരുടെ പ്രസൻസ് എപ്പോഴും ഫീൽ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത് ഇപ്പുറത്ത് നിൽക്കുന്നതൊക്കെ ആദ്യമൊക്കെ ഒരു രസമായിരിക്കും, റൊമാൻറ്റിക് ആയിരിക്കും. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് ഹെക്റ്റിക്കായി മാറും. ഇപ്പം നമ്മുടെ പാർട്ട്ണർ 24 മണിക്കൂറും നമ്മുടെ അടുത്ത് നിന്ന് അഷുറൻസ് സീക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ ഹൗ കുഡ് ഇറ്റ് ബി? മനസ്സിലായി? അപ്പോൾ അത് പ്രശ്നമാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് വന്ന 40ഓളം കേസുകളിൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള പെൺകുട്ടികളിൽ ഈ BPD ട്രെയ്റ്റ്സും BPD ഡിസോർഡറും.
അപ്പോൾ അത് അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് കുറേ പേരൊക്കെ അവെയർ ആവും, കുറേ പേരൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വില്ലിങ് ആവും. ചിലർ വിചാരിക്കുന്നത് എന്താ, ഇതൊക്കെ ഞാൻ ജനിച്ചപ്പോൾ തൊട്ടേ ഇങ്ങനെ, ഞാനിതൊക്കെ കുറേ കണ്ടതാണ്, അപ്പോൾ എനിക്കങ്ങ് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ പോയിട്ടാണ് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. മനസ്സിലായി. ഈ സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോഴത്തേക്കും ആദ്യമേ നിങ്ങളോട് ചോദിക്കുന്നത് എൻ്റെ മനസ്സിൽ ഇപ്പം എന്താണെന്ന് ഊഹിക്കാമോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഇല്ലല്ലോ, നിങ്ങൾ മൈൻഡ് റീഡേഴ്സ് ഒന്നും അല്ലല്ലോ. ഒരിക്കലും അല്ല, അത് തെറ്റിദ്ധരിക്കരുത്. മൈൻഡ് റീഡേഴ്സ് അല്ല, ഒരാളെ കാണുമ്പോൾ തന്നെ അവരുടെ ജാതകം തൊട്ടെല്ലാം മനസ്സിലാക്കാൻ നെവർ എവർ. ഇത് അവരെ കൃത്യമായിട്ട് മനസ്സിലാക്കി അവരും കൂടെ ഓപ്പൺനെസ് തരണം. അവരുടെ കാര്യങ്ങൾ ഓപ്പൺലി പറഞ്ഞ് നമ്മൾ സർട്ടൻ സ്കെയിൽസ് ഉണ്ട്. ഇപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾക്കാണെങ്കിൽ നമ്മളിപ്പം CT സ്കാൻ, MRI സ്കാൻ എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ കയ്യിൽ ഒരുപാട് സ്കെയിൽസ് ഉണ്ട്. ആ സ്കെയിൽസ് യൂസ് ചെയ്ത് അത് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന സ്കെയിൽസാണ്. ഒത്തിരി ഇപ്പം നമ്മളൊരു മെഡിസിൻ എങ്ങനെയാണോ പിന്നെ നമുക്ക് പബ്ലിക്കലി അക്സെപ്റ്റഡ് ആവുന്നത് ഒരുപാട് ടെസ്റ്റസിന് ശേഷമല്ലേ, അതുപോലെ ഒത്തിരി ടെസ്റ്റുകൾക്ക് ശേഷം വെച്ചിരിക്കുന്ന പല ടെസ്റ്റുകളുണ്ട്. ഈ ടെസ്റ്റുകളിലൂടെ പോയി എന്നിട്ടാണ് നമ്മൾ അസസ്മെൻറ്റിൻ്റെ റിസൾട്ട് വരുന്നത്. അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ ഇത് മുഖത്ത് നോക്കി കാര്യം പറയുന്നതോ അല്ലെങ്കിൽ കൈ നോക്കി കൈനോട്ടം പറയുന്നതോ ഒന്നും തന്നെയല്ല. അതൊന്നും ഒരിക്കലും സയൻറ്റിഫിക് അല്ല. ഓക്കെ. പിന്നെ സ്ത്രീകളിൽ നമ്മൾ കാണുന്നൊരു സംഭവമാണല്ലോ ഈ ബോഡി ഷെയ്മിങ്. പിന്നെ അതേപോലെ തന്നെ ഈ കളറിൻ്റെ പേരിൽ, അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉണ്ട്. ഈ കറുത്തുപോയി അല്ലെങ്കിൽ വെളുത്തുപോയി, വെളുപ്പ് കൂടിപ്പോയാലും പ്രശ്നം, കറുപ്പ് കൂടിപ്പോയാലും പ്രശ്നം, ഇച്ചിരി വണ്ണം കൂടിയ പ്രശ്നം, ഇച്ചിരി വണ്ണം കുറഞ്ഞ പ്രശ്നം. ഇതൊക്കെ ശരിക്കും ഒരു ബോഡി ഷെയ്മിങ് ആയിട്ട് പറയുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ മെൻ്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുമോ ഒരു പരിധി വരെ? തീർച്ചയായിട്ടും അവരുടെ സെൽഫ് കോൺഫിഡൻസിനെ എഫക്റ്റ് ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞത്, ചെറുപ്പത്തിൽ അവൾ ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. ഇപ്പം തന്നെ ആൾ ഒരു സാധാരണ വെയിറ്റേ ഉള്ളൂ, 2 കുട്ടികളുണ്ട്, സാധാരണ ഇതിലിരിക്കുന്ന, ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ കാണുന്നവരെല്ലാം ചോദിക്കുന്നത്, ഈ കൊച്ചൊന്നും കഴിക്കുന്നില്ലേ, ഇതിനൊന്നും കൊടുക്കുന്നില്ലേ, മോളെ അത് കഴിക്ക്, മോളെ ഇത് കഴിക്ക്. നമ്മൾ ഇച്ചിരി ഡയറ്റ് ചെയ്താൽ, എക്സസൈസ് ചെയ്ത് ഒരു 5 കിലോ 10 കിലോ കുറച്ച് കഴിഞ്ഞാൽ ചോദിക്കും വല്ല അസുഖം ഉണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കും. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മാം എനിക്കറിയില്ല ഞാൻ ഓക്കെ ആണോ എന്നുള്ളത്. ഓക്കെ. ഇപ്പോഴും അവൾക്ക് സെൽഫ് ഡൗട്ടാണ്. അപ്പോൾ എവിടെ തുടങ്ങിയതാണ് ആ ബോഡി ഷെയ്മിങ്? അന്ന് തുടങ്ങിയത് ഇപ്പം 2 കുട്ടികളുടെ അമ്മയായി ഇത്രയും ഒരു 36 വയസ്സായിട്ടും ഷീസ് ഇൻ സെൽഫ് ഡൗട്ട്. ദാറ്റ് ഈസ് ദ ഇമ്പാക്റ്റ്. മനസ്സിലായി? പ്രത്യേകിച്ച് ചെറിയ കാലങ്ങളിൽ കിട്ടുന്ന ബോഡി ഷെയ്മിങ്, ഇനി ഏത് കാലഘട്ടത്തിലായിക്കോട്ടെ, അതൊരാളുടെ സെൽഫ് കോൺഫിഡൻസിനെയും സെൽഫ് എസ്റ്റീമിനെയും അഫക്റ്റ് ചെയ്യും. ബോഡി ഷെയ്മിങ് പാടില്ല. ഓരോരുത്തരും ഓരോ രീതിയിലാണ്. പക്ഷെ അങ്ങനെ സ്വന്തം ശരീരത്തെ അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് കേട്ടോ, ഞാൻ കണ്ടിട്ടൊക്കെ. തീർച്ചയായിട്ടും അത് ആ ഒരു അക്സെപ്റ്റൻസ്, അതിന് അവർക്ക് അക്സെപ്റ്റൻസ്, ഒന്ന് അവരുടെ കോൺഫിഡൻസ് ലെവൽ നന്നായിരിക്കും, രണ്ടാമത്തെ അവർക്ക് ഒത്തിരി സപ്പോർട്ട് കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷെ പലരുടെയും കാര്യത്തിൽ ഏറ്റവും സപ്പോർട്ട് ചെയ്യേണ്ടുന്ന ആളുകൾ തന്നെയാണ് ഈ ഷെയിം ചെയ്യുന്നത്. അവിടെയാണ് വലിയ പ്രശ്നം വരുന്നത്. ഓക്കെ. ഇതിൽ നമ്മൾ ഈ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് ചെറുപ്പം മുതൽ നമ്മൾ തുടങ്ങുന്ന ഒരു സംഭവമാണല്ലോ. ഇപ്പോൾ ഇച്ചിരി ഗുണ്ടായിട്ടുള്ളൊരു കൊച്ചാണ്, നമ്മൾ ഗുണ്ടുമണിന്ന് തന്നെ വിളിച്ച് കളിയാകും, ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരുകൾ വരുമല്ലോ. സ്നേഹത്തോടെ പറയുന്നത് പോലും അഫക്റ്റ് ചെയ്തെന്നിരിക്കും. അതൊരു ട്രോമയായിട്ട് മാറും. അത് അവർ സെൻസിറ്റീവ് ആണെങ്കിൽ, ആ കേട്ടോണ്ടിരിക്കുന്ന കുട്ടി ഇമോഷണലി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണെങ്കിൽ, ഈ നമ്മൾ സ്നേഹത്തോടെ ഗുണ്ടുമണിന്ന് വിളിക്കുന്നത് പോലും ആളെ അഫക്റ്റ് ചെയ്യും. ഓക്കെ. ബോഡി ഷെയ്മിങ് ഒക്കെ ഒരുപാട് അധികമായാൽ ഈ കോൺഫിഡൻസിനെ എഫക്റ്റ് ചെയ്തിട്ട് അതൊരു സൈക്കാട്രിക് ഇഷ്യൂ ആയിട്ട് മാറും. ദാറ്റ് ഈസ് കോൾഡ് ആസ് BDD എന്നാണ് പറയുന്നത്, ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തിൽ ഒട്ടും കോൺഫിഡൻസ് ഇല്ല. അവരെപ്പോഴും, ചില കുട്ടികളെ കണ്ടിട്ടില്ലേ, മാസ്ക്, ഇപ്പോൾ ഒരു കാരണമില്ലെങ്കിലും മാസ്ക് ധരിച്ചുകൊണ്ടേ നടക്കൂ. അവർ എത്രത്തോളം അവരെ പബ്ലിക്കിൽ നിന്ന് മറച്ചു വെക്കാമോ അങ്ങനെ മറച്ചു വെച്ചുകൊണ്ടേ മാത്രം. കാരണം അവർക്ക് ഒരു പെർസെൻറ്റേജ് പോലും ബോഡിയിൽ കോൺഫിഡൻസ് ഇല്ല. പിന്നെ ഒരു 40 വയസ്സുകാരിയെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. നല്ല ജോലിയുണ്ട്, അത്യാവശ്യം കാണാൻ നല്ലതാണ്, പക്ഷേ ഇതുവരെ വിവാഹത്തിന് സമ്മതിച്ചിട്ടില്ല. ആൾക്ക് സ്വന്തം ബോഡിയിൽ ഒരു പെർസെൻറ്റേജ് പോലും കോൺഫിഡൻസ് ഇല്ല. അതിൽ നിന്ന് ആൻസൈറ്റി ഉണ്ടായി ഇപ്പോൾ ആൾക്ക് മുടി കൊഴിച്ചിലോ എന്തൊക്കെ ചെയ്താലും ആ മുടി കൊഴിച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. അപ്പോഴത്തേന് ഒരു ആൻസൈറ്റി കൂടി പിന്നെ റൂമിന് വെളിയിൽ പോലും ഇറങ്ങാതായി. ഓക്കെ. അപ്പോൾ ഇത്രയും ഇമ്പാക്റ്റ് ഉള്ളതാണ് ബോഡി ഷെയ്മിങ്.
പക്ഷെ എനിക്കറിയാവുന്ന ഇപ്പം എൻ്റെ ഭാര്യയ്ക്ക് അത്യാവശ്യം തടിയുണ്ട്, എനിക്കും അത്യാവശ്യം ഞാൻ ഇപ്പോൾ ഇച്ചിരി നിങ്ങളെ കൂടിയും കുറഞ്ഞൊക്കെ ആയിരിക്കും. പക്ഷെ എന്നാലും എനിക്ക് കുറേ തടിയുള്ള ആൾക്കാരെ അറിയാം. ഇതിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാരും ഉണ്ട്. അവരങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ ബോഡി ഇങ്ങനെയാണെന്നുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അത് ഒരു നോ മാറ്റർ, അവർക്ക് ആര് പറഞ്ഞാലും പ്രശ്നം. എൻ്റെ വൈഫ് അങ്ങനത്തെ ഒരാളാണ്. സെയിം. ഞാൻ ശ്വേതയെ കണ്ടപ്പോൾ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട്, പുള്ളിക്കാരത്തി വളരെ നല്ല, ഷീസ് മോർ ദാൻ 100, ഒത്തിരി. പക്ഷേ പുള്ളിക്കാരത്തിക്ക് അതൊരു വിഷയമേ അല്ല. പുള്ളിക്കാരത്തി നന്നായിട്ട് ഫുഡ് എൻജോയ് ചെയ്യും. പുള്ളിക്കാരത്തി ആരെന്ത് പറഞ്ഞാലും പുള്ളിക്കാരത്തി, ബട്ട് ഷീ ഹാസ് ദാറ്റ് ഇമോഷണൽ റെസീലിയൻസ്. നല്ല തടി വെച്ചിട്ട് ഡാൻസ് കളിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അവരൊക്കെയാണ് കാണുന്നവർക്ക് പ്രശ്നമുണ്ട്. അല്ല, ഷീ ഹാസ് ദാറ്റ് ഈ ഇമോഷണൽ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ സുജിത്ത്? എവിടെയൊക്കെയോ നല്ല ആരോഗ്യം എന്ന് പറയുന്നത് സ്ലിം ആയിട്ടിരിക്കുന്നതാണ്, ആക്യുറേറ്റ് BMIയിൽ മാത്രം ഇരിക്കുന്നതാണ് നല്ല ആരോഗ്യം. തടി ഉണ്ടായാൽ ഉടനെ രോഗങ്ങൾ വരും എന്നുള്ള ചിന്തയും അങ്ങനെയുള്ള പഠിപ്പിക്കലും ശരിയാണ്. ഓവർ വെയിറ്റ് എന്നാൽ രോഗങ്ങളുണ്ടാകും, അത് ശരിയാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം സോഷ്യലി ആക്സെപ്റ്റഡ് അല്ലാതിരിക്കേണ്ട ഒരു അവസ്ഥയില്ല. എനിക്കിപ്പോൾ വളരെ തമാശയായിട്ട് തോന്നിയ ഒരു കേട്ടത് ഒരു ഫിലോസഫറിൻ്റെ വീഡിയോ ആണ്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തെ ഒരാൾ വിളിച്ച് ചോദിച്ചു, എൻ്റെ തടി എങ്ങനെയാണ് ഒന്ന് കുറയ്ക്കുന്നത്, തടി ഉണ്ടായതുകൊണ്ട് ഞാനും ഭാര്യയും ഭയങ്കര വിഷമത്തിലാണ്. അപ്പം അതിൻ്റെ തൊട്ട് തലേന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട്, വളരെ തടിയുള്ള ഒരാൾ കണ്ടപ്പോൾ, ഫ്രണ്ടിനെ കണ്ടപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നീ ഇച്ചിരി തടിയൊക്കെ കുറയ്ക്കുന്നത് നല്ലതാണ്, നീ ഒന്ന് പോയടാ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നെയ്ച്ചോറും ബിരിയാണിയും കഴിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന തടി കളയാനോ? എനിക്കൊരു പ്രശ്നമില്ല, എനിക്കൊരു അസുഖവും ഇല്ല എന്ന് പറഞ്ഞു. ശരിക്കും പുള്ളി പറഞ്ഞത് ഇതെനിക്കൊരു ഐ ഓപ്പണിംഗ് ആയിരുന്നു. തടിയുണ്ടായിട്ട് അവനതിൽ പ്രശ്നമില്ല, അവനത് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുന്നു, അവന് മറ്റ് രോഗാവസ്ഥകളൊന്നുമില്ല. എവിടെയോ എൻ്റെ തലയിലും ഫീഡായി തടിയുള്ളവർക്കെല്ലാം പെട്ടെന്ന് അസുഖം വരും, അല്ലെങ്കിൽ അവർ മീൻസ് എന്താ ആക്സെപ്റ്റബിൾ അല്ല എന്നുള്ള ഒരു പ്രോഗ്രാമിങ് എൻ്റെ തലയിലും കയറിപ്പോയിരുന്നല്ലോ. പിറ്റേന്ന് ഈ ഒരു ഫോളോവർ വിളിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, നിങ്ങൾക്ക് വേറെ മറ്റ് അസുഖങ്ങളൊന്നുമില്ലെങ്കിൽ ഇതുമാത്രം ഓർത്ത് നിങ്ങൾ ഭാരപ്പെട്ട് നടക്കണ്ട, എക്സസൈസുകൾ ചെയ്യൂ, നിങ്ങൾക്ക് പറ്റാവുന്ന പോലെ എക്സസൈസുകൾ ചെയ്യൂ. അപ്പോൾ ഈ കേൾക്കുന്ന ആളുടെ ഇമോഷണൽ റെസീലിയൻസ് ആൻഡ് ഇമോഷണൽ അവരുടെ ഒരു കോഷ്യൻ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതൊരു കോൺഫിഡൻസ്. പക്ഷേ ചെറിയ കുട്ടികളൊക്കെ ആവുമ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങനെ അവരുടെ ഫീച്ചേഴ്സിനെ എടുത്ത് പറഞ്ഞ് ഇപ്പം ഞാൻ തന്നെ അതിൻ്റെ ഒരു വിക്റ്റിമാണ്. എൻ്റെ ഫോർഹെഡ് വളരെ വലിയ ഫോർഹെഡാണ്. അപ്പോൾ പിന്നെ പലരും എന്നോട് ചെറിയ മൊത്തത്തിൽ ബാക്കിലോട്ട് ചീകരുത്, അപ്പോൾ ഇത് ഒത്തിരി തോന്നിക്കും. അങ്ങനെ +2 പഠിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, നിരന്തരം അവൻ എന്നെ സിജിയ പാർക്കിങ്ങിന് സ്ഥലമില്ല, നിൻ്റെ നെറ്റിയിൽ ഇത്തിരി സ്ഥലം തരുമോ, ഇങ്ങനെ ചോദിച്ച്. അപ്പം അത്ര എന്നെ അഫക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ പോലും എവിടെയൊക്കെയോ നമുക്ക് എവിടെയൊക്കെയോ എൻ്റെ ഫോർഗെറ്റ് വലുതാണല്ലോ. പിന്നെ ഞാനതിനെ റീസ്ട്രക്ചർ ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വലിയ ഫോർഗെറ്റ് ഉണ്ടെങ്കിൽ ബുദ്ധിയുള്ളവരാണെന്ന് പറയും, ബുദ്ധിയുള്ളവർക്കാണ് വലിയ ഫോർഗെറ്റ് വരുന്നത്, അങ്ങനെ അതിനെ ഞാൻ റീസ്ട്രക്ചർ ചെയ്തത്. പക്ഷേ ഇങ്ങനെ പറയുന്ന നമ്മൾ ഏത് സിറ്റുവേഷനിൽ കേൾക്കുന്നു, എപ്പോൾ കേൾക്കുന്നു, എങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് നിന്ന് കേൾക്കുന്നു, നമ്മൾ ആ സമയത്ത് ഏത് മൂഡിലിരിക്കുന്നു, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമ്മളൊരാളെ ഷെയിം ചെയ്യുമ്പോൾ അവരേത് മൂഡിലിരിക്കുന്നു, അവരെങ്ങനത്തെ ഇമോഷണൽ കോഷ്യൻ്റ് ഉള്ളവരാണെന്ന് അറിയുന്നില്ല. അപ്പോൾ നമ്മളത് അവോയ്ഡ് ചെയ്യുന്നതല്ലേ നല്ലത്. അതവരുടെ പേഴ്സണൽ കാര്യമല്ലേ. ഇപ്പോൾ ഡോക്ടറുടെ കാര്യം പറയുകയാണെങ്കിൽ, ലൈക്ക് എങ്ങനെയാണ് ഈ ഒരു മെൻ്റൽ ഹെൽത്ത് ഫീൽഡിലേക്ക് എത്തിപ്പെട്ടത്? ആക്ച്വലി ഞാൻ ബേസിക്കലി MSW മെഡിക്കൽ ആൻഡ് സൈക്യാട്രി ആയിരുന്നു ചെയ്തത്. സോഷ്യൽ വർക്കിനോട് എനിക്ക് വളരെ താല്പര്യമായിരുന്നു. അതിനകത്ത് തന്നെ എൻ്റെ സ്പെഷ്യലൈസേഷൻ മെഡിക്കൽ ആൻഡ് സൈക്യാട്രി ആയതുകൊണ്ട് കൗൺസിലിംഗ് പഠിച്ചു തുടങ്ങിയപ്പോൾ അതിനോട് വളരെയധികം താല്പര്യം തോന്നി. ഒത്തിരി അതിനകത്ത് നമുക്ക് വർക്ക് ചെയ്യാനും ഇന്നത്തെ ഒരു നീഡ് ഓഫ് ദ ഹാറായിട്ട് അത് മനസ്സിലായി. ആക്ച്വലി അന്ന് ഞാൻ ചെയ്യുന്ന ഇപ്പോൾ ഒരു 18 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അന്നൊന്നും ഇപ്പോൾ ഇത്രയും സ്റ്റിഗ്മയാണെങ്കിൽ അന്നത്തെ സ്റ്റിഗ്മ ആലോചിച്ച് നോക്കൂ. എങ്കിലും അതിൽ തന്നെ മുന്നോട്ട് പോകാൻ പിന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടാണ് എൻ്റെ ഹയർ സ്റ്റഡീസ് MPhilഉം PhD ഞാൻ കൗൺസിലിങ്ങിൽ തന്നെയാണ് ചെയ്തത്. അതിനോടൊപ്പം ഞാൻ സൈക്കോളജിയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കൗൺസിലറായിട്ട് ജോയിൻ ചെയ്യുന്നത്, സോഫ്റ്റ്വെയർ ത്രൂ കൗൺസിലിംഗ് കൊടുക്കുകയാണ്.
അപ്പോൾ ആളുകൾ അനോണിമസ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ആളുകൾ ഒരുപാട് പേര് അപ്രോച്ച് ചെയ്യുന്നു. ഒരുപാട് പേർക്ക് അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും തുറന്നു പറയുന്നു. നമുക്കത് സയൻറ്റിഫിക്കായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നു, അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നു, കൗൺസിലിംഗ് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നു. അങ്ങനെ ഒരു ഇൻസ്പിറേഷനിൽ നിന്നാണ് ഇത് ഒരുപാട് പേരിലേക്ക് എത്തണം. എന്നാൽ എനിക്കത് ഒരു സ്ഥലത്ത് നിന്ന് മാത്രം ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ പേഴ്സണൽ റീസൺസ് കാരണം. അപ്പോൾ അങ്ങനെ ഒരു എവിടെ ഇരുന്നും ഇപ്പോൾ തെറപ്പിസ്റ്റ് എവിടെ വേണമെങ്കിലും ഇരിക്കാം, ആളുകൾ മീൻസ് ക്ലയൻറ്റ്സ് എവിടെ വേണമെങ്കിലും ഇരിക്കാം, എവിടെ ഇരുന്നും ആർക്കും ആക്സസബിൾ ആകുന്ന ഒരു മെൻ്റൽ ഹെൽത്ത് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തിലാണ്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആക്ച്വലി വേണമെങ്കിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യായിരുന്നു? ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്, സെൻട്രൽ ഗവൺമെന്റ് പ്രോജക്റ്റിലായിരുന്നു. അവിടെ നിന്നാണ് ആക്ച്വലി നമ്മുടെ കേരള ഗവൺമെന്റിന് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ, ആയുഷിന്റെ കീഴിൽ കേരള സ്റ്റേറ്റ് മെന്റൽ ഹെൽത്ത് അതോറിറ്റി എന്നും പറഞ്ഞുകൊണ്ടൊരു വിങ് ഉണ്ട്. എത്രത്തോളം അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പം പുതിയൊരു ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയില്ലേ, നമ്മുടെ വയോധികരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി. അതുപോലെ ശരിക്കും ഇനി ഇതുപോലെയുള്ള കാര്യത്തിന് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ വളരെ ആവശ്യമാണ്. കാരണം മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഈസ് ഇൻക്രീസിങ് ദാറ്റ് മച്ച് ഡേ ബൈ ഡേ. ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ഇത് അഫക്റ്റ് ചെയ്യുന്നത് ഓരോ മനുഷ്യൻ്റെയും പ്രൊഡക്ടിവിറ്റിയാണ്. തീർച്ചയായിട്ടും സുജിത്ത് ഇത് പറയണം. കാരണം എന്താ പറഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ആബ്സെൻറ്റീസം ഒന്ന് എടുത്ത് നോക്കിക്കേ. നമ്മളുടെ നാട്ടിൽ എനിക്കിന്ന് മൂഡ് ഔട്ടാണെന്ന് പറഞ്ഞാൽ ലീവ് കിട്ടില്ല, പക്ഷേ എനിക്ക് വയറുവേദനയാണെന്ന് പറഞ്ഞാൽ ലീവ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് എന്താണ് നമ്മുടെ നാട്ടിലേ ഉള്ളൂ കേട്ടോ, നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നുമില്ല. എനിക്കിപ്പോഴും അറിയാം, അവിടെ എൻ്റെ കൊളീഗ് ഇന്ന് ജോലിക്ക് വന്നില്ല. ഞാൻ എന്താണ് കാര്യം, പുള്ളിയുടെ പട്ടി മരിച്ചു, എൻ്റെ മാനസിക വിഷമത്തിലായിട്ട് ഒരാഴ്ച ലീവാ കൊടുത്തേ പറ്റുള്ളൂ. ഐ എം നോട്ട് ഏബിൾ ടു വർക്ക്, എൻ്റെ പട്ടി മരിച്ചു, എനിക്ക് സങ്കടമാണ്, വിഷമമാണ്, ഐ എം നോട്ട് മെന്റലി എന്താ പറയാ ഫിറ്റ് ടു വർക്ക്. ഞാൻ അതിന്റെ വിഷമത്തിലാണ്, അപ്പൊ എനിക്ക് ലീവ് വേണം, കൊടുത്തേ പറ്റുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പട്ടി മരിച്ചോ എന്ന് പറഞ്ഞു. അതാണ് തിങ് ഈസ് നമ്മളുടെ പ്രൊഡക്ടിവിറ്റിയാണ് മെൻ്റൽ ഹെൽത്ത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇത് മെൻ്റൽ ഹെൽത്ത് അക്സെപ്റ്റഡ് അല്ലാത്തത് കൊണ്ട് ഇതെല്ലാം ഇന്ന് സൈക്കോസൊമാറ്റിക് ആയിട്ട് മാറുക. വാട്ട് ഈസ് ദിസ് സൈക്കോസൊമാറ്റിക് എന്ന് ചോദിച്ചാൽ കാരണം മനസ്സിലാണ് കിടക്കുന്നത്. ഞാൻ ആങ്ഷ്യസ് ആണ്, ഞാൻ മൂഡ് ഔട്ടാണ്, അല്ലെങ്കിൽ സാഡാണ്, പക്ഷേ ലക്ഷണം വരുന്നത് ശരീരത്താണ്. ചിലക്കുണ്ട് സ്ട്രെസ്സ് വന്ന ഉടനെ തലവേദന, മൈഗ്രെയിൻ, അല്ലെങ്കിൽ സാഡായാൽ ഉടനെ അവർക്ക് എന്താ പറയുക ഗട്ട് ഇഷ്യൂസ്, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം. അപ്പോൾ എനിക്ക് വിളിച്ച് പറയാൻ കാരണമായി. മറ്റത് ഞാൻ പറഞ്ഞാൽ ഞാൻ സാഡാ, ഐ കുഡിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എത്ര പേര് അംഗീകരിക്കും? മനസ്സിലായോ? അപ്പം അതുകൊണ്ട് ഇന്ന് കള്ളം പറയണ്ട, ബോഡി തന്നെ അങ്ങനെ ആക്കി മാറ്റും. അതിനെയാണ് പറയുന്നത് സൈക്കോസൊമാറ്റിക് എന്ന്. മൈൻഡ് ബോഡിക്ക് ഉടനെ ഒരു റീസൺ കൊടുക്കുകയാണ്, ബോഡിയിൽ അതൊരു ഇൽനെസ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ അത് അക്സെപ്റ്റബിൾ ആണ്. ഉടനെ നമ്മൾ വിളിച്ച് പറയും എനിക്കെന്താണ് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം ആണ്, അതുകൊണ്ട് എനിക്ക് ലീവ് വേണമെന്ന്. അപ്പോൾ ആക്സെപ്റ്റബിൾ അല്ലാത്ത കമ്മ്യൂണിറ്റി, മെൻ്റൽ ഹെൽത്ത് അക്സെപ്റ്റബിൾ അല്ലാത്ത കമ്മ്യൂണിറ്റികളിലെല്ലാം സൈക്കോസൊമാറ്റിക് ഇൽനെസ് വളരെ കൂടുതലാണ്. ഓക്കെ, എനിക്ക് പോഡ്കാസ്റ്റ് തുടങ്ങിയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ആഗ്രഹം വുമൺ ഓൺടർപ്രണേഴ്സിനെ ഫീച്ചർ ചെയ്യണം എന്നുള്ള ആഗ്രഹമായിരുന്നു. സോ വൈ യു ലൈക്ക് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണെന്ന് പറഞ്ഞില്ലേ, എന്തുകൊണ്ട് ഏത് മൊമെൻറ്റിലാണ് എനിക്ക് ഇങ്ങനെ പോരാ, ഞാനൊരു ഓൺടർപ്രണർ ആവണം എന്ന് തീരുമാനിച്ച് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയത്? ആക്ച്വലി ഓൺടർപ്രണർഷിപ്പ് ഇതിൻ്റെ ഒരു ഭാഗമാണെങ്കിലും സർവീസാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ സൊസൈറ്റിക്ക് കിട്ടിയ ഇമ്പാക്റ്റ്, സൊസൈറ്റിയിൽ നിന്ന് തിരിച്ച് കിട്ടിയ ഒരു ഇമ്പാക്റ്റ്, ആ ഒരു മോട്ടിവേഷൻ ഭയങ്കരമായിരുന്നു. അപ്പം ഓൺടർപ്രണർഷിപ്പ് നമ്മൾ സോഷ്യൽ വർക്ക് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾ എപ്പോഴും പ്രൊഫഷണൽ സോഷ്യൽ വർക്കിലായിരുന്നെങ്കിൽ പോലും പല ഓർഗനൈസേഷനിൽ നിന്ന് നമ്മൾ ഫണ്ടുകൾ വാങ്ങിച്ച് സൊസൈറ്റിയുടെ വെൽബീയിങ്ങിന് വേണ്ടി ചെയ്യുന്ന ഒരു രീതിയായിരുന്നു അന്ന് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് എന്തുകൊണ്ട് ജനങ്ങളിൽ നിന്ന് തന്നെ അവർക്ക് ഈ നീഡ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവർ തന്നെ അവരുടെ നീഡിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് നമുക്കത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് സോഷ്യലി കൊടുക്കാൻ പറ്റിക്കൂടാ എന്നുള്ളൊരു തോട്ട്, ദാറ്റ് ഈസ് സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ്. ജനങ്ങൾ തന്നെ ഇപ്പോൾ നമ്മളുടെ ഒരു സർവീസ് നോക്കുവാണെങ്കിലും അങ്ങനെയാണ്. അപ്പോൾ അവർ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ അപ്പുറത്തൊരു വൾണറബിൾ പോപ്പുലേഷനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
വി ആർ സപ്പോർട്ടിങ് സോ മെനി ചാരിറ്റി പ്രോഗ്രാംസ്. തൃശ്ശൂർ വിയൂർ സെൻട്രൽ ജയിലിലെ ഇൻമേറ്റ്സിൻ്റെ മെൻ്റൽ ഹെൽത്ത് കെയർ ലാസ്റ്റ് 1 year നമ്മളാണ് ചെയ്തത്. ആൻഡ് ഓൾസോ സോ മെനി ക്യാൻസർ കെയർ പ്രോഗ്രാംസ്. തൃശ്ശൂർ നമ്മൾ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് NGO ആയിട്ട് ചേർന്നിട്ട് അവിടെ ക്യാൻസർ കെയർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ വളരെ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് ഇത് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് വളരെ ഫിനാൻഷ്യലി ഒത്തിരി ഡൗൺ ആയിട്ടുള്ളവർക്ക് നമ്മൾ വളരെ മീൻസ് ഇൻ ദ സെൻസ് ഒരു അപ്പോഴും ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല, ഒരു മിനിമൽ എമൗണ്ട് വാല്യൂ ഉണ്ടാവില്ല. ഞങ്ങൾ ആത്മാ തുടങ്ങുന്നതിന് മുമ്പ് ഒരു 2 months കോവിഡ് ടൈമിൽ, കാരണം ഇതിൻ്റെ ഇനീഷ്യൽ വർക്കുകളെല്ലാം നടക്കുന്ന 2020 നമ്മളൊരു 2 months ഫ്രീ കൗൺസിലിംഗ് കൊടുക്കാൻ നമ്മളൊരു സെല്ല് രൂപീകരിച്ച് ഞങ്ങളങ്ങനെ ഒരു ആഡെല്ലാം കൊടുത്ത് ഫ്രീ കൗൺസിലിംഗ് വെച്ചിട്ട് വെരി ഫ്യൂ പോപ്പുലേഷൻ, കാരണം വാല്യൂ ഇല്ല, പലർക്കും സംശയമാണത്. അപ്പോൾ ഇത് അവരൊരു പേയ്മെൻറ്റ് ചെയ്ത് വരുമ്പോൾ അവർ റെസ്പോൺസിബിളാണ്. തന്നെയല്ല, പേയ്മെൻറ്റ് ചെയ്താലേ നമുക്ക് ക്വാളിറ്റി സർവീസ് കൊടുക്കാൻ പറ്റും. നല്ല ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളെ, നല്ല സൈക്കാട്രിസ്റ്റുകളെ, നല്ല കൗൺസിലേഴ്സിനെ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് വി ജനറേറ്റഡ് ദിസ് സിസ്റ്റം. ഓക്കെ. ഇപ്പോൾ എത്ര സ്റ്റാഫ് ഉണ്ട് നിങ്ങളുടെ? ഞങ്ങൾ നിയർലി ഞങ്ങളൊരു 70+ സ്റ്റാഫ് ഉണ്ട്. ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ നമ്മൾ ഒരിക്കലും ഒരു ഭയങ്കര പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ. ഇറ്റ്സ് റണ്ണിങ് വെരി വെൽ. അപ്പോൾ നിങ്ങളുടെ ഈ സ്ഥാപനത്തിൽ ഈ 70 പേരെ സ്റ്റാഫ് മാനേജ്മെൻറ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് പാടാണല്ലോ. ഇത് ഇത്രയും 70 പേർക്ക് ശമ്പളം കൊടുക്കണം, പിന്നെ ഈ പ്രസ്ഥാനം ഓടിച്ചുകൊണ്ട് പോകണം, ഇതൊക്കെ നടക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഡോക്ടർ എന്താ ചെയ്യുന്നത്? വളരെ നല്ല ക്വസ്റ്റ്യൻ. സ്ട്രെസ് എല്ലാവർക്കും ഉണ്ട്. ഞാൻ നേരത്തെ സ്ട്രെസ് ഇല്ലാത്ത ആരും തന്നെ ഇല്ല. നമുക്ക് ഈ സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്കില്ലുണ്ടായിരിക്കണം. കോൺഫ്ലിക്റ്റിൻ്റെ കൂട്ട് തന്നെ, കോൺഫ്ലിക്റ്റ് എല്ലായിടത്തും ഉണ്ട്. കോൺഫ്ലിക്റ്റ് ഇല്ലാതാക്കാനല്ല നമ്മൾ നോക്കേണ്ടത്, സ്ട്രെസ് ഇല്ലാതിരിക്കുന്ന ഒരു എൻവയോൺമെൻറ്റിൽ ഇരിക്കാനല്ല നമ്മൾ നോക്കേണ്ടത്. സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്കിൽ എന്ന് പറയുമ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റേതായിട്ടുള്ള അതിനുള്ള വഴികളുണ്ട്. അതെൻ്റെ ഫെയ്ത്ത് ലൈഫായിരിക്കും, എൻ്റെ ഫാമിലി സപ്പോർട്ടായിരിക്കും, അല്ലെങ്കിൽ എൻ്റേതായിട്ടുള്ള ചില എന്താ പറയുന്നത് ഇപ്പോൾ റീഡിങ് ആയിരിക്കാം. നമുക്കതിനെല്ലാം ഓരോരോ കോപ്പിംഗ് മെക്കാനിസംസ് ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ അത് ചെയ്ത് ചാർജ് ചെയ്തിട്ടാണ് കളത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ചാർജ് ചെയ്ത് നമുക്ക് പിന്നെ ഒരു സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനുള്ളൊരു സ്കില്ലോടു കൂടിയും ഒരു വിശ്വാസത്തോടു കൂടിയും ഒരു ധൈര്യത്തോടു കൂടെയൊക്കെയാണ് അതിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ വരുന്നതൊക്കെ നമുക്ക് മാനേജ് ചെയ്ത് പോകാനായിട്ട് ഇതുവരെയും സാധിക്കുന്നുണ്ട്. കാരണം ഇപ്പം ഒരു 5 സ്റ്റാഫ് ഇന്ന് ലീവാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സ്ട്രെസ് തുടങ്ങുമല്ലോ. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് അതിനൊരു വളരെ ഒരു നല്ല സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സിസ്റ്റത്തിലാണ് ആത്മാ റൺ ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ട്. ആ സിസ്റ്റം തന്നെ നമ്മളൊരു മാനുവൽ സിസ്റ്റം ആൻഡ് ഓട്ടോമേഷൻ രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ളൊരു ഹൈബ്രിഡ് മോഡൽ സിസ്റ്റമാണ്. ഇപ്പം നിയർലി നമുക്ക് ചില ദിവസങ്ങളിലൊക്കെ 80+ അല്ലെങ്കിൽ 100 അടുപ്പിച്ച് സെഷൻസ് ഉണ്ടായിരിക്കും. പക്ഷേ ഇറ്റ്സ് എവറിത്തിങ് ഇൻ എ വെരി സിസ്റ്റമാറ്റിക് മാനർ. അപ്പോൾ നമ്മൾ 1-2 ദിവസം മാറി നിന്നാൽ പോലും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ചയോളം മാറി നിന്നാൽ പോലും എൻ്റെ സെഷൻസിനെ അത് അഫക്റ്റ് ചെയ്യുമായിരിക്കും, പക്ഷേ ഒരിക്കലും ഓർഗനൈസേഷനെ അത് അഫക്റ്റ് ചെയ്യില്ല. ചില വിമാനങ്ങളുടെ കോക്പിറ്റിന് പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഇതിന് പുറത്ത് വെച്ചിട്ട് അകത്തേക്ക് കയറാന്നൊക്കെ പറഞ്ഞ പോലെ. തീർച്ചയായിട്ടും അതേപോലെ ഇപ്പം ഏറ്റവും സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടിരിക്കുന്നതല്ല, വീട്ടിൽ ഭാര്യയുമായിട്ട് അടിയുണ്ടാക്കി വന്ന് വിമാനം പറത്തുന്നൊരു പൈലറ്റ്, ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് അടിയുണ്ടാക്കി വന്ന് വിമാനം പറത്തുന്ന ഒരു ഭാര്യയാണെങ്കിലും അവരുടെ സ്ട്രെസ് എന്ന് പറയുന്നത് അതിനകത്തിരിക്കുന്ന അത്രയും ജീവനുകളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഒരാളുടെ ഇമോഷണൽ വെൽബീയിങ് എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ വെൽബീയിങ് ആണ്. ഒരാളുടെ ഇമോഷണൽ ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ ഇമോഷണൽ. അമേരിക്കയിലെ കണ്ടില്ലേ, വെറുതെ ഷൂട്ട് ചെയ്യുന്നു ആൾക്കാരെ, പബ്ലിക്. ലാസ്റ്റ് നമ്മുടെ നടന്ന ഫ്ലൈറ്റ് ക്രാഷിൽ ഏതാണ്ട് ഇങ്ങനെ ഒരു കാര്യം സംശയിക്കുന്നുണ്ട്. അഹമ്മദാബാദിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല, ഇങ്ങനെ സംശയിക്കുന്നുണ്ട്. പൈലറ്റ് മരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പൈലറ്റിനെ കുറ്റപ്പെടുത്താൻ എല്ലാവരും നോക്കുകയുള്ളൂ. പക്ഷെ അത് തെളിയിക്കപ്പെടാത്ത കൊണ്ട് നമുക്കത് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ 1 person's ഇമോഷണൽ ഇഷ്യൂ ഈസ് കമ്മ്യൂണിറ്റീസ് ഇമ്മ്യൂൺ. അത് മറ്റേ മലേഷ്യൻ എയർലൈൻസിൻ്റെ MH ഒരു ഫ്ലൈറ്റ് ഉണ്ടല്ലോ, അപ്രത്യക്ഷമായ ഒരു വിമാനം, അതും ഇതേപോലെയൊക്കെയാണെന്നൊക്കെയാണ് പറയുന്നത്. പൈലറ്റിൻ്റെ മാനസിക രോഗമാണെന്നൊക്കെയാണ് പറയുന്നത്. അറിയില്ല, തെളിയിക്കപ്പെട്ടിട്ടില്ല. ശരിക്കും യാത്രകളെന്ന് പറയുന്ന ഒരു സ്ട്രെസ് ബസ്റ്റർ ആണോ? എനിക്ക് അങ്ങ് പറയാൻ പറ്റില്ല. കാരണം ഞാൻ എപ്പോഴും യാത്രകളായതുകൊണ്ടും
എനിക്ക് യാത്രകൾ ചില സമയത്ത് എനിക്ക് സ്ട്രെസ് തരാറുള്ളതുമായിട്ടുള്ള, അല്ലെങ്കിൽ യാത്രകൾ കൊണ്ട് ജോലി ചെയ്യുന്നൊരു വ്യക്തി ആയതുകൊണ്ട് എനിക്കത് അതിന് കറക്റ്റായിട്ട് ഉത്തരം പറയാൻ പറ്റില്ല. എങ്ങനെയാണ് യൂഷ്വലി അത് ആളുകൾ കാണുന്നത്? യാത്രകൾ ഇന്ന് പഴയതിനേക്കാളും ആഫ്റ്റർ കോവിഡ് ഒരുപാട് യാത്രകൾ ഇന്ന് കൂടിയിട്ടുണ്ട്. യാത്രകൾ കൂടാനുള്ളൊരു കാരണം മനുഷ്യന് മനസ്സിലായി, ഇങ്ങനെ പ്രത്യേകിച്ച് മലയാളിക്ക് മനസ്സിലായി, കൂട്ടി വെച്ചിട്ടൊന്നും കാര്യമില്ല, ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തൊരു സമയം വരും എന്നുള്ളൊരു റിയാലിറ്റി ഓറിയൻറ്റേഷനിൽ നിന്ന് യാത്രകളൊക്കെ കുറേ കൂടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ കാണുന്നൊരു കാര്യം, ശരിക്കും യാത്രകൾ നമുക്ക് നല്ല ഇമോഷണൽ ഒരു വെൻറ്റിലേഷൻ തരും. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള നമ്മുടെ ഒരു പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന് നല്ലൊരു റിലീഫും റിലാക്സേഷനും കിട്ടും. അതാണ് ആ നെർവസ് സിസ്റ്റമാണ് നമ്മളുടെ റിലീഫും റിലാക്സേഷനും കാരണക്കാരായ നെർവസ് സിസ്റ്റം. അപ്പോൾ അവർ നന്നായിട്ട് എൻജോയ് ചെയ്യും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. എനിക്ക് യാത്രകൾ ഹാപ്പിനെസ്സും ഡിപ്രഷനും തന്നിട്ടുണ്ട്. യെസ്, അല്ല അതൊരു അതിനകത്ത് നമുക്കൊരു ജോബ് എന്നുള്ള ഒരു ഫാക്ടർ കയറുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ ഒരു ഡിപ്രസീവ് ഫീച്ചേഴ്സിലേക്ക് പോയിട്ടുണ്ടായിരിക്കുന്നത്. പക്ഷേ പൊതുവേ യാത്രകളെക്കുറിച്ച് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു പിക്നിക് മൂഡിൽ, ഒരു വെക്കേഷൻ മൂഡിൽ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നേച്ചർ പ്ലേസും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലൊക്കെ യാത്രകളിൽ വളരെ നല്ല അനുഭവങ്ങളാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ സുജിത്? ക്ലിനിക്കൽ ഡിപ്രഷനിൽ നിന്ന്, ക്ലിനിക്കൽ ആൻസൈറ്റിയിൽ നിന്ന്, അല്ലെ വൈഫുമായിട്ടുള്ള വിഷയത്തിൽ നിന്ന്, ഹസ്ബൻഡുമായിട്ടുള്ള വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി യാത്രകൾ ചെയ്യുന്നവരാണ് കൂടുതലും. ഓക്കെ, മനസ്സിലായോ? അതായത് രോഗാവസ്ഥ മാറ്റാൻ വേണ്ടി യാത്ര ചെയ്തിട്ട് കാര്യമില്ല. അവിടെ ചെല്ലും, താൽക്കാലിക ആശ്വാസം കിട്ടും, തിരിച്ചു വരും, വീണ്ടും അടുത്ത പോക്ക് പോകണം. ഇത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ രോഗത്തിന് നിങ്ങൾ തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഈ യാത്ര, ഇപ്പോൾ എന്നോടൊരു ഒരു വൈഫ് പറഞ്ഞതാ, പുള്ളി വീക്കെൻഡിൽ വൈകുന്നേരം കുടിച്ചു തുടങ്ങും, അടിയാവും, പ്രശ്നമാവും, സാറ്റർഡേ രാവിലെ ബൈക്കും എടുത്തുകൊണ്ട് ഒറ്റ പോക്കാം, പിന്നെ മൺഡേ രാവിലെ വരത്തുള്ളൂ. അതൊരു ഫ്ലൈറ്റ് മോഡാണ്, ഒരു എസ്കേപ്പിസമാണ്. അങ്ങനെ യാത്രകളായാൽ ആ യാത്രകൾ കൊണ്ട് വലിയ നേട്ടങ്ങളൊന്നും ഇല്ല. ഫ്ലൈറ്റ് മോഡിൽ പോകുന്നത് നിങ്ങളുടെ ക്ലിനിക്കൽ ഡിപ്രഷനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസൈറ്റിയോ കുടുംബ പ്രശ്നങ്ങളെയോ മാറ്റി വെക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഒരിക്കലും ഒരു പ്രോപ്പർ സൊല്യൂഷനല്ല. എന്നാൽ നമ്മളുടെ എന്തൂസിയാസത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന യാത്രകൾ ഇറ്റ്സ് ഗുഡ്. കാരണം നമ്മൾ ഈ ക്ലിനിക്കൽ ഇഷ്യൂസ് ഉള്ളവർക്കും അവിടെ പോകുമ്പോൾ സമാധാനം കിട്ടത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്. അവർക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്യും, ഒരു സമാധാനമൊക്കെ കിട്ടും, ബട്ട് ദേ വോണ്ട് സസ്റ്റെയിൻ. മനസ്സിലായി. ഈ മനുഷ്യൻ്റെ ഈ മാനസിക വൈകൃതങ്ങളില്ലേ, തീർച്ചയായിട്ടും അതൊരു മാനസിക രോഗമല്ലേ ശരിക്കും? വൈകൃതങ്ങൾ എന്ന് സൂചിച്ച് ഉദ്ദേശിച്ച് കറക്റ്റ് വേർഡെന്താ പറയുന്നത്? അതായത് നമ്മളുടെ ഫിസിക്കലി ചലഞ്ചഡ് ആയതുപോലെ മെൻ്റലി കാണിക്കുന്ന ഒരു, അതിപ്പോൾ ചിലർ ആർക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അഡ്വഞ്ചറസ് അല്ല, ചിലരെ ബുദ്ധിമുട്ടിക്കുക. എനിക്കൊന്ന് സുജിത്തിൻ്റെ തന്നെ ഒരു എയർ ഹോസ്റ്റസിനോട് മിസ്ബിഹേവ് ചെയ്തൊരു മലയാളിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ ലൈംഗിക വൈകൃതങ്ങൾ പോലെ മാനസിക വൈകൃതങ്ങൾ ഉണ്ട്. അത് പ്രത്യേകിച്ച് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വ വൈകല്യമുണ്ട്. അതുള്ളവരുടെ അവരുടെ ഒരു രീതി എന്ന് വെച്ചാൽ ഇവർ പുറത്ത് ഭയങ്കര മാന്യന്മാരായിട്ടുള്ള ആളുകളായിരിക്കും, പക്ഷേ ഇവരുടെ കൂടെ ജീവിക്കുന്നവരുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ നരകതുല്യമായിരിക്കും. തീർച്ചയായിട്ടും നരകതുല്യമായിരിക്കും. നരകതുല്യം എന്ന് പറഞ്ഞാൽ അവർ വിക്റ്റിമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാത്രിയാണെന്ന് പുള്ളി പറയുവാണെങ്കിൽ, അല്ലെ പുള്ളിക്കാരത്തി പറയുകയാണെങ്കിൽ അതങ്ങ് സമ്മതിച്ചു കൊടുത്തോണം, ഇല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോണം. ഈ രണ്ട് ഫോർമാറ്റേ നടക്കത്തുള്ളൂ. ഇതുപോലത്തുള്ള മാനസിക വൈകൃതങ്ങൾ ഒരുപാടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അഷ്വറൻസ് വാങ്ങിച്ചുകൊണ്ടിരിക്കുക, 24 മണിക്കൂർ അഷ്വറൻസ് തരണം, ഇല്ലെങ്കിൽ എന്താ പറയുന്നത് സ്വയം വിക്റ്റിമാവുന്നൊരു രീതി. ആർക്കെങ്കിലും ഒരു നല്ലത്, ഇപ്പോൾ എനിക്കൊരു കേസ് വന്നത് കസിൻ എന്ത് നല്ലത് വന്നാലും ഇവള് ഭയങ്കര ഡിപ്രസ്ഡ് ആവുക. രണ്ടുപേരും ഒരേ ഏജാ. കസിൻ എന്തെങ്കിലും നന്മ വന്നാൽ ഉടനെ ഇവളങ്ങ് നേരെ ഡിപ്രഷനിലേക്ക് പോവുക. അതൊരു ഭയങ്കര ഇതാണ്. ഇനി ചിലരുണ്ട് എല്ലാം ഇങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചിട്ട് ആരും കാണാതെ ആരും അറിയാത്ത സമയത്ത് തിരിച്ച് പണിയെടുക്കും. ഒരു സിഇഒയുടെ വൈഫിന് ഒരു സെക്ഷൽ ചാറ്റ് നിറഞ്ഞ ഒരു ഇമെയിൽ കിട്ടി. അപ്പം ഈ ഓഫീസിൽ നിന്നാണത് ചെന്നതെന്ന് മനസ്സിലായി, ഓഫീസ് ID അനോണിമസ് ആയിട്ടാണ്. അന്വേഷിച്ച് വന്നപ്പോൾ ആ ഓഫീസിലെ ഏറ്റവും മാന്യനായ ചെറുപ്പക്കാരൻ,
പക്ഷെ എന്താ, അവൻ്റെ അച്ഛൻ അത്രയ്ക്ക് അവനെ മാന്യതയ്ക്ക് വേണ്ടി ട്യൂൺ ചെയ്ത് ഇവൻ്റെ ഒരു മിസ്ബിഹേവിയർ പോലും പുറത്ത് കാണിക്കാൻ പറ്റാതെ അത് ഇല്ലാതായില്ല, അടിഞ്ഞുകൂടി ഉള്ളിലിരിക്കുക. ഇങ്ങനെ പലതരത്തിലുള്ള വൈകൃതം, അതിൻ്റെയൊക്കെ ഒരു ടോപ്പ് ഫോമിലേക്ക് വരുമ്പോഴാണ് സൈക്കോപാത്തുകളായി മാറുന്നത്. അതെ, ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ അനോണിമസ് ആയിട്ടിരുന്ന് തെറി വിളിക്കുക, വൃത്തികേട് പറയുക, അസഭ്യം പറയുക, അതെന്ന് പറയുന്നത് ഈ നെഗറ്റീവ് കമൻസ് ഇടുന്നവരുടെ മാനസിക ആരോഗ്യം എന്ന് പറഞ്ഞാൽ വേസ്റ്റാണ്. കാരണം ഒരാളുടെ വീട്ടിൽ ചെന്ന് കോളിംഗ് ബെല്ലടിച്ച് വന്ന് നെഗറ്റീവ് കമൻറ്റ് പറയുകയാണെങ്കിൽ അവൻ ജീവനോടെ പുറത്തു പോകത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമല്ലോ. ഇത് എന്ത് ഈസിയാണ് എനിക്ക് അനോണിമസ് ആയിട്ടിരുന്ന് പറയാൻ കാണത്തില്ല. ഇല്ല, ഇതെൻ്റെ ഇൻറ്റേർണൽ ഫ്രസ്ട്രേഷൻ. അതിൻ്റെ ഏറ്റവും എനിക്ക് അവരോട് ഭയങ്കര സഹതാപമാണുള്ളത്, അങ്ങനെയുള്ളവരോട്. വൈ എന്ന് ചോദിച്ചാൽ ദേ ആർ നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ് ഇൻ ദെയർ ലൈഫ്. അവർക്ക് ഒട്ടും ഈ ഗോസിപ്പ് പറയുന്നവരെ നോക്കിയാൽ മതി, ആരാണ് ഏറ്റവും കൂടുതൽ ഗോസിപ്പ് പറയുന്നതെന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തവരാണ്. അതേപോലെയാണ് ഈ സദാചാരക്കാരും. അതെന്തൊക്കെയോ അവർക്ക് മറയ്ക്കാനുണ്ട്. ഇതൊക്കെ ഒരു മാനസിക രോഗം എന്ന് പറയാൻ പറ്റത്തില്ല, വൈകല്യങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റ വൈകല്യങ്ങൾ, സ്വഭാവ വൈകല്യങ്ങൾ, വ്യക്തിത്വ വൈകല്യങ്ങൾ. ഇത് അടിഞ്ഞുകൂടി നാളെ അവർ മാനസിക രോഗിയാകും. ശരിക്കും നമ്മൾ ഇങ്ങനെയുള്ള എത്ര സിനിമകൾ കണ്ടിട്ടുണ്ടല്ലേ, എത്ര സിനിമകളിൽ എത്ര കഥാപാത്രങ്ങളെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് സംശയരോഗം എപ്പോഴും നമുക്ക് ഒരു പഠന വസ്തുവായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. വടക്ക് നോക്കി ഡൈവോഴ്സുകൾക്ക് റീസണാണ് സംശയരോഗം. കാരണം അതും ഒരു വൈകൃതമാണ്, ഒരു മാനസിക കാരണം അവർക്ക് എന്ത് ചെയ്താലും ഈ ഡൗട്ട്ഫുൾനെസ് കുറയത്തില്ല. ഡൗട്ട്ഫുൾനെസ് മാത്രമേ വന്നുകൊണ്ടിരിക്കത്തുള്ളൂ. വീണ്ടും സംശയരോഗം. അതുപോലെ പലതും അതുപോലെ ഉണ്ട്. ഇപ്പം ഭാര്യ ഭർത്താവിനെക്കാട്ടി കൂടുതൽ സമ്പാദിക്കുമ്പോൾ ഭർത്താവിനുള്ള ഈഗോ, അതും ഈ പറഞ്ഞ പോലെ കുറേ അവർക്കൊരു വ്യക്തിത്വ വൈകല്യം കൂടെ. ഞാൻ പറഞ്ഞ നാർസിസ്റ്റുകളൊക്കെ ആണെങ്കിൽ പിന്നെ അവരെ ഫ്രണ്ട് ഡോർ തുറക്കാൻ അനുവദിക്കത്തില്ല, ഫ്ലാറ്റിന് വെളിയിൽ വിടത്തില്ല, അല്ല വീടിന് വെളിയിൽ വിടത്തില്ല. ആ ഈഗോ ഭയങ്കരമായിട്ട് കാരണം ഈ പുറത്ത് ഭയങ്കര ഞാൻ സുപ്പീരിയർ ആണെന്ന് കാണിക്കുന്നുണ്ടെങ്കിലും ഇൻറ്റേർണലി ഇവർ ഭയങ്കര ഇൻഫീരിയറാണ്. ശരിക്കും നമ്മൾ ഇതുവരെ സംസാരിക്കാത്ത ഒരു വലിയൊരു ടോപ്പിക്കുണ്ട്, ഈ രോഗബാധിതരായിട്ടുള്ള ആളുകളുടെ മാനസികാരോഗ്യം. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം ഒരാൾ ഒരു ദിവസം പറയാണ് നിനക്ക് ക്യാൻസറാണ്, 3rd സ്റ്റേജാണ്, യു ഡോണ്ട് ഹാവ് മച്ച് ടൈം എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറാരോഗമാണെന്നൊക്കെ പറഞ്ഞ് കേട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ട്രോമ, അങ്ങനെയുള്ള ആൾക്കാർ അത് ശരിക്കും യൂഷ്വലി നമ്മൾ കിട്ടുന്നത് ഹോസ്പിറ്റലുകളിൽ നിന്നും ഡോക്ടർ പറയുന്ന നല്ല വാക്കോ അല്ലെങ്കിൽ PRO പറയുന്ന സംഭവങ്ങളൊക്കെ ഉള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും അത് പോകുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് നിയർ ആൻഡ് ഡിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു അസുഖമോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ, കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പാരൻസിൻ്റെ ട്രോമ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും അതും ഒരു മെൻ്റൽ ഹെൽത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യം തന്നെയാണ്. രണ്ട് രീതിയിലാണ്. ഒന്ന്, ഈ ട്രോമാറ്റിക് സിറ്റുവേഷൻ, അതൊരു ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറായിട്ട് മാറും. അല്ലെങ്കിൽ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് തന്നെ പറയും. ആ സ്ട്രെസ് അവരെ വിട്ടു പോകുന്നില്ല. സ്ട്രെസ്സ് ഇപ്പോൾ സംഭവിച്ചു, കാരണം മരണം നടന്നു 2 മാസം കഴിഞ്ഞിട്ടും ഇന്ന് നടന്ന പോലെ അവർ ജീവിക്കുന്നത്. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് എന്ന് പറയും. അല്ലെങ്കിൽ ഇതുപോലത്തുള്ള വലിയ രോഗങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ പെട്ടെന്ന് അവർ ഡിപ്രഷനിലേക്ക് വീണു പോകുന്നു. അല്ലെങ്കിൽ സ്റ്റേജ് 1 ആണെന്ന് അറിഞ്ഞാൽ പോലും ആൻസൈറ്റി അവരെ പിടികൂടിയിട്ട് പെട്ടെന്ന് രോഗം മൂർച്ഛിക്കുന്നു. അപ്പോൾ ഇത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു സഡൻ ആയിട്ട് വരുന്ന ഒരു കാര്യമാണല്ലോ, ഓൾ ഓഫ് എ സഡൻ അറിയുന്നൊരു കാര്യം. ഇപ്പോൾ വെസ്റ്റേൺ വേൾഡിലൊക്കെ ആണെങ്കിൽ ഇത് പറയുന്നത്, ഈ രോഗം ഇന്നതാണെന്ന് പറയുന്നത് കൗൺസിലേഴ്സാണ്, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റാണ്, സോഷ്യൽ വർക്കറാണ്. അത് വെറുതെ പറയുമല്ല, അതിൻ്റെ കാര്യകാരണങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി വളരെ അവരെ സ്വാന്തനപ്പെടുത്തി സമാധാനിപ്പിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. തന്നെയല്ല ഇവർക്ക് ഫോളോ അപ്പ് സെഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കും. ഇവിടെ അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ല. ആ ഫെസിലിറ്റി വളരെ കുറച്ച് ഹോസ്പിറ്റലുകൾ അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതില്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഭയങ്കര ഒരു സഡൻ ആയിട്ട് കേൾക്കുന്നൊരു ന്യൂസ് ആയതുകൊണ്ട് പലരിലേക്കും ഇത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ്സായിട്ടും ഡിപ്രഷനായിട്ടും ആൻസൈറ്റി മോഡായിട്ടും ഒക്കെയാണ് പോകുന്നത്. ഇനി ഇത് മാത്രമല്ല, ഇവരുടെ കെയർ ടേക്കേഴ്സ് അവരാണ് ഏറ്റവും കൂടുതൽ ട്രോമാറ്റിക്കൽ. ഇവർക്ക് രോഗി എന്നുള്ള ഒരു പരിഗണനയെങ്കിലും കിട്ടുന്നുണ്ട്, അവർക്ക് അങ്ങനത്തെ ഒരു അറ്റൻഷൻ എല്ലാവരുടെയും കയ്യിൽ നിന്ന് കിട്ടും. പക്ഷേ ഈ കെയർ ടേക്കേഴ്സ് ദിവസങ്ങളോളം ഉറങ്ങാതിരിക്കുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ പാരൻസ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് അവരനുഭവിക്കുന്ന
ആ ഒരു അതിനൊരു മെൻ്റൽ സിസ്റ്റമേ ഇല്ല. അതില്ല, ഇല്ല അതൊന്നും അത് ഇല്ല. സുജിത്ത് ഒരു എനിക്ക് തോന്നുന്നു നിയർലി ഒരു എത്ര വർഷം 2 or 3 years ആയോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. 2 ബാങ്ക് എംപ്ലോയീസ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബാങ്ക് എംപ്ലോയീസാണ്. മൂത്ത കുട്ടിക്ക് ഈ മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന രോഗാവസ്ഥ, ഇളയ കുട്ടിക്കും ഇത് ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ 4 പേരും കൂടെ സൂയിസൈഡ് ചെയ്തു. കേരളത്തിൽ എറണാകുളത്താണ് നടന്നത്. അവർ കണ്ണൂർ സ്വദേശികൾ ആയിരുന്നു എന്ന് തോന്നുന്നു. ഒരുമിച്ച് ആത്മഹത്യ ചെയ്തു. ഒരു സിസ്റ്റവും ഞാൻ പല ഓട്ടിസ്റ്റിക് സെൻറ്റേഴ്സിലും പോയിട്ട് പേരൻസിന് ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. അവിടെ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ് സപ്പോർട്ട് സിസ്റ്റമോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളില്ല. ഈ പേരൻസ് എത്രയോ അമ്മമാർ പറയും ഞാനൊരു കല്യാണം കൂടിയിട്ട് വർഷങ്ങളായി, ഈ അമ്മമാർ 1-2 ദിവസം ഫ്രീ ആക്കാനുള്ളൊരു ഫെസിലിറ്റി. പക്ഷെ പെട്ടെന്ന് പോയി നമുക്ക് ഇവരെ ഏറ്റെടുക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്നാൽ പോലും ഇവർക്കൊരു മെൻ്റൽ ഹെൽത്ത് ഇല്ലേ, ഒരു ഫിസിക്കൽ ഹെൽത്ത് ഇല്ലേ? ഇങ്ങനൊരു കുട്ടി ഉണ്ടായിപ്പോയെന്ന് പറഞ്ഞാൽ അവരൊന്നും ആസ്വദിച്ചുകൂടെ. ഇനി അമ്മമാരുടെയും പെർസ്പെക്റ്റീവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അമ്മമാർക്ക് പ്രത്യേകം അതിൽ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. നിങ്ങൾ തന്നെ നോക്കണ്ട എപ്പോഴും. അതെ, ശരിയാണ്. തന്നെയല്ല, അവർ തന്നെ നോക്കിയാൽ ഈ അമ്മ എല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ ഈ കുട്ടിയുടെ ഉള്ള സ്കില്ല് പോലും ഡെവലപ്പ് ആവില്ല. അപ്പോൾ ആ സിസ്റ്റമൊക്കെ വരേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ഈ കുട്ടികളിൽ ഈ ഫോൺ യൂസേജ്, പിന്നെ TV-യുടെ അമിതമായിട്ടുള്ള യൂസേജ്, ഇതൊക്കെ അവരുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുമോ? തീർച്ചയായിട്ടും. ഡിജിറ്റലി ഒരുപാട് സമയം ഇരുന്ന് കഴിഞ്ഞാൽ ഇവരുടെ അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, റിട്ടൻഷൻ, ഓർത്തെടുക്കാനുള്ള കഴിവ്, ഫോക്കസ് ചെയ്യാനുള്ള കഴിവ്, ഇതിനെല്ലാം അഫക്റ്റ് ചെയ്യും. ഇനി അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡിക്റ്റഡ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ ബ്രെയിനിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചാൽ, കുട്ടിയല്ല ആരുടെ ആയാലും, പക്ഷേ കുട്ടികൾക്ക് കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന ഡോപ്പമൈൻ സെക്രീഷനേക്കാളും പലപ്പോഴും 30-40% കൂടുതലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നോർമൽ കാര്യങ്ങളിലുള്ള ഇൻട്രസ്റ്റ് കുറയും. അതായത് ഒരു ദിവസം 5 മണിക്കൂർ കാർട്ടൂൺ കാണുന്ന അല്ലെ ഗെയിം കളിക്കുന്ന ഒരു കുട്ടിയോട് നമ്മൾ ഓൾ ഓഫ് എ സഡൻ ഒരു ദിവസം അത് നിർത്തിവെക്കുക, അച്ഛനും അമ്മയും സംസാരിക്കാം, കുഞ്ഞിൻ്റെ കൂടെ ഉണ്ട്, വാ നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞാൽ വേണ്ടെന്നാണ് പറയുന്നത്. എനിക്കത് മതിയെന്ന് പറയും. വൈ? അവർക്ക് ഈ ഒരു കാര്യത്തിൽ എന്തൂസിയാസം കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോൾ അവരുടെ ഫുൾ എൻജോയ്മെൻറ്റും എവിടേക്ക് ചുരുങ്ങും? ഈ ഒരു ഡിജിറ്റൽ സ്പേസിലേക്ക് ചുരുങ്ങും. കമ്മ്യൂണിക്കേഷൻ എഫക്റ്റഡ് ആവും. ഇവർ ഡെവലപ്പ് ആവേണ്ട സമയമല്ലേ. മോട്ടോർ സ്കിൽസ്, ഈ കുഞ്ഞുങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ അറിയില്ല, പെൻസിൽ ഹോൾഡ് ചെയ്യാൻ അറിയില്ല, കൈപിടിച്ച് എഴുതാൻ പറ്റുന്നില്ല. ഇതെല്ലാം അഫക്റ്റ് ചെയ്യപ്പെടും. മോട്ടോർ സ്കിൽസിനെ അഫക്റ്റ് ചെയ്യും, അവരുടെ സ്പീച്ചിനെ അഫക്റ്റ് ചെയ്യും, ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യും, അക്കാഡമിക്സിനെ അഫക്റ്റ് ചെയ്യും, ഓവറോൾ ഏരിയയിൽ അഫക്റ്റ് ചെയ്യും. അമേരിക്കൻ പീഡിയാട്രിക് അസോസിയേഷൻ്റെ ഗൈഡ് ലൈൻസ് പ്രകാരം 5 വയസ്സ് മുതൽ, അതായത് ജനിച്ച ഉടനെ ബർത്ത് ടിൽ 2 years 0 ആണ് സ്ക്രീൻ ടൈം. എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ കോൾ പോലും കുഞ്ഞിൻ്റെ നേരെ കാണിക്കാൻ പാടില്ല. 0. ഫ്രം 3 years to ഒരു 18 years വരെ, അല്ലെങ്കിൽ 3 years to 5 years 45 minutes or something. 5 years to 18 years വരെയും 2 hours. പക്ഷേ ഐ ആം ഓൾസോ സ്ട്രഗ്ലിങ് ആസ് എ പേരൻറ്റ്. എൻ്റെ എൽഡർ ബോയ്, ഹീ ഈസ് 14, ഹീ ഈസ് ഇൻ ടു ഓൾ AI, ഹീ ഈസ് മ്യൂസിക്കൽ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടിയാണ്, ടാലൻ്റുള്ള കുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്കായാലും എല്ലാം അവൻ ഈ സിസ്റ്റത്തെ അല്ലേ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് പക്ഷേ കൃത്യമായിട്ട് പേരൻസ് ഡിജിറ്റൽ ഹൈജീൻ കൊണ്ടുവരിക. വാട്ട് ഈസ് ദിസ് ഡിജിറ്റൽ ഹൈജീൻ എന്ന് വെച്ചാൽ, ഡിജിറ്റൽ ഹൈജീൻ വീട്ടിൽ കുളി, പല്ല് തേപ്പ് എങ്ങനെ സ്ട്രിക്റ്റ് ആണോ അതുപോലെ തന്നെ ഡിജിറ്റലി എത്ര നേരം എൻ്റെ കുട്ടി ഇരിക്കുന്നുണ്ട്, എന്തൊക്കെ കാണുന്നുണ്ട്, എന്തൊക്കെ തരത്തിലുള്ള കോണ്ടൻ്റാണ് യൂസ് ചെയ്യുന്നത്. അതിനോടൊപ്പം ഡിജിറ്റൽ ഹൈജീൻ്റെ കൂടെ കൊണ്ടുവരേണ്ടതാണ് ഫിസിക്കൽ ആക്ടിവിറ്റി. 18 വയസ്സിനകത്തുള്ള ആൺകുട്ടിയോ പെൺകുട്ടിയോ ആയിക്കോട്ടെ, നമുക്കെല്ലാവർക്കും എക്സസൈസ് ആവശ്യമാണ്. ദിവസം 1 മണിക്കൂർ ഓടിച്ചാടി കളിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, നമ്മൾ ശരീരത്തിന് വേണ്ടി നമ്മൾ പലതരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യും. നമ്മുടെ മനസ്സിന് വേണ്ടി എന്ത് വ്യായാമമാണ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഇന്ന് ചെയ്യേണ്ട ഏറ്റവും വലിയ വ്യായാമം ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷൻ ആണോ? ഓക്കെ, അത് നമ്മളുടെ വീട്ടിലൊരു സ്പേസ് അങ്ങനെ ഉണ്ടായിരിക്കണം. ആ സ്പേസിൽ ആരും ഒരു ഗാഡ്ജറ്റും കൊണ്ട് വരരുത്.
ഇലക്ട്രിസിറ്റി, ഒരു ലൈറ്റ് മാത്രം മതി അവിടെ. അറ്റ്ലീസ്റ്റ് ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ഇവിടെ അതും അല്ല, ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം നമ്മൾ എയ്തർ ടി വി ഓണായിരിക്കും അല്ലെങ്കിൽ റീൽസിലായിരിക്കും. മീൻസ് ഡൈനിങ് ടേബിൾ ഈസ് ബെസ്റ്റ്. അതെ. അല്ലെങ്കിൽ പ്രെയർ ഒരുമിച്ച് ചെയ്യുന്നവർക്കാണെങ്കിൽ പ്രെയർ ടൈം ഈസ് ബെസ്റ്റ്. അത് കഴിഞ്ഞിട്ടൊരു സംസാരം. അവിടേക്ക് ആരും ഗാഡ്ജറ്റ് കൊണ്ടുവരരുത്. അങ്ങനെ നമുക്കൊരു ഹാഫ് അവർ എങ്കിലും ഒരു ഫാമിലിക്ക് ഉണ്ടായിരിക്കണം. ഇവിടെ ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ 2 മാസമായിട്ട് സ്കൂൾ ഹോളിഡേ ആയപ്പോൾ ഞാൻ എൻ്റെ മകനിൽ കണ്ട ചേഞ്ചാണ് ഏറ്റവും കൂടുതലായിട്ട്. ടി വി അഡിക്ഷൻ കൂടി. ഞങ്ങൾ മൊബൈൽ കൊടുക്കാറില്ല. സോ മൊബൈൽ ഹി ഡോണ്ട് യൂസ്. അതില്ല, അത് നിർത്തിയതുകൊണ്ട് തന്നെ ടി വി അഡിക്ഷൻ കൂടി. അപ്പോൾ അവന് വെറുതെ കളിക്കണമെന്നുണ്ടെങ്കിൽ പോലും ടോയ്സ് ഒക്കെ ആയിട്ട് ഇവിടെ കളിക്കുമ്പോൾ പോലും അത് അവിടെ ഓണായിരിക്കും. അപ്പോൾ അത് കുറച്ചു. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി ഞാൻ ചെയ്ത പരിപാടികൾ, ഞാനിവർ ആക്ടിവിറ്റീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. ഇപ്പോൾ ബിൽഡിംഗ് ബ്ലോക്സും പിന്നെ കളർ പെൻസിലും അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ അതും ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ 2 ദിവസത്തേക്കേ ഉള്ളൂ. അപ്പോൾ മടുക്കും മാറ്റിയിടും. അപ്പോൾ പുതിയത് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഓരോ സാധനങ്ങൾ മാറ്റി കൊടുത്ത് അത് കുറയ്ക്കാൻ ശ്രമിച്ചു. പക്ഷെ ഇപ്പോഴും ടി വി കാണുമ്പോൾ അവന് ഭക്ഷണം കഴിക്കുമ്പോൾ അവന് ടി വി കാണണം. അത് പറഞ്ഞ പോലെ വളർന്നു കൊടുക്കാൻ ഗ്രാൻഡ് പേരൻസ് ഉണ്ടാവുമല്ലോ. നമ്മൾ പിള്ളേരെ കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്കിനും ഗ്രാൻഡ് പേരൻസ് വന്നിട്ട് പോട്ടറാ സാരമില്ല എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ജിജിയാവും. അതുകൊണ്ട് ഇതെല്ലാ വീട്ടിലുള്ള അല്ല, അത് നമ്മൾ ഈ പേരന്റിങ്ങിൽ നമ്മൾ ഒരു കാര്യത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ആ വീട്ടിലുള്ള എല്ലാവരും ഒരുപോലെ ചെയ്യണം. ഇല്ലെങ്കിൽ കുഞ്ഞിനും കൺഫ്യൂഷൻ വരും. ഒരിടത്ത് പെർമിറ്റഡ് ആണ്, ഒരിടത്ത് പെർമിറ്റഡ് അല്ല എന്നുള്ളത്. പേരന്റിങ്ങിൽ നമ്മൾ ഏകാഭിപ്രായമായിരിക്കും. അപ്പോൾ അതില് നമ്മളോട് ചിലപ്പോൾ ദേഷ്യം വരും. അത് ഈവൻ കപ്പിൾസിൽ തന്നെ അമ്മ സമ്മതിക്കാത്തത് അച്ഛൻ സമ്മതിക്കുമ്പം അതൊരു കോൺഫ്ലിക്റ്റ് ആവും. അതുകൊണ്ട് പേരൻറ്റിങ്ങിൽ പേരൻസ് ആയാലും ഗ്രാൻഡ് പേരൻസ് ആയാലും എന്തെങ്കിലും കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏക അഭിപ്രായത്തിൽ വേണം. ഇല്ലെങ്കിൽ കുഞ്ഞിന് അത് കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. കുഞ്ഞ് സമ്മതിക്കുന്ന ആളുടെ കൂടെ കൂടുതൽ കൂടിച്ചേരും. മറ്റേ ആളെ വെറുക്കാൻ സാധ്യതയുണ്ട്, അകറ്റി നിർത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പേരൻറ്റിങ്ങിൽ നമ്മൾ ഒരുപോലെ ഒരുമിച്ച് പോകണം. ഒരു വീട്ടിലായിരിക്കുമ്പോൾ പ്രത്യേകിച്ചും ഒരുമിച്ച് പോകണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. ശരിക്കും മാനസികാരോഗ്യത്തെ പറ്റി സംസാരിച്ചാൽ തീരാത്ത അത്ര ടോപ്പിക്കുകളുണ്ട്. കാരണം അത്ര വാസ്റ്റാണ് മാനസികാരോഗ്യം എന്ന് പറയുന്നത്. നല്ലൊരു മനസ്സുണ്ടെങ്കിൽ, നല്ല ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ നല്ല ആരോഗ്യമുള്ളൊരു ശരീരം കൊണ്ടുണ്ടായിട്ട് കാര്യമുള്ളൂ. എത്ര ബോഡി ബിൽഡ് ചെയ്ത്, എത്ര ജിം ഉണ്ടാക്കി, എത്ര സിക്സ് പാക്ക് ആക്കിയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നല്ല, കാര്യമുണ്ട്. അത് യൂസ്ഫുൾ ആവണമെങ്കിൽ നല്ല സമാധാനമുള്ള സന്തോഷമുള്ള ഒരു തരത്തിലുള്ള എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരിക്കലും എനിക്ക് ആൻസൈറ്റി ഇല്ല, ഡിപ്രഷൻ ഇല്ല, എനിക്ക് സാഡ്നെസ് മീൻസ് ഇൻ ദ സെൻസ് ആൻസൈറ്റി ഡിപ്രഷൻ എന്നുള്ളത് രോഗാവസ്ഥയാണ്. ഞാൻ സാഡാകത്തില്ല, എനിക്ക് ആങ്കർ വരത്തില്ല എന്നുള്ള പെർഫെക്റ്റ് നേച്ചർ ഒന്നുമല്ല. മനുഷ്യനാണോ, നമുക്ക് മരണം വരെയും ഈ ഇമോഷൻസൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് സ്കിൽഫുള്ളായിട്ട് ഏത് ക്രൈസിസിൻ്റെ നടുവിലും നമുക്ക് സാഡായാലും വീണ്ടും ഉടനെ ഹാപ്പിയായി സ്വിച്ച് ചെയ്ത് നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് റിയൽ മെൻ്റൽ ഹെൽത്ത്. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ചാറ്റ് വിത്ത് ഭക്തൻ. ഇവരുടെ ആത്മ മൈ മൈൻഡ് മൈ കെയർ എന്ന് പറഞ്ഞ സ്ഥാപനം തൃശ്ശൂരുണ്ട്, കൊച്ചിയിലുണ്ട്, കോട്ടയത്തുണ്ട്. പിന്നെ ഫിസിക്കലി പോകണമെന്നുണ്ടെങ്കിൽ, ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് ഏത് സമയത്തും ഫോൺ വഴിയോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ ഇവരുമായിട്ട് കൺസൾട്ട് ചെയ്യാം. ഇവരൊരു ടീം ഓഫ് ആൾക്കാരുണ്ട്. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും യു ക്യാൻ സീക്ക് മെൻ്റൽ അഡ്വൈസസ്. മെൻ്റൽ അഡ്വൈസ് എന്ന് പറയുമ്പോൾ മെൻ്റൽ അല്ല നിങ്ങളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള അഡ്വൈസുകളും സ്വീകരിക്കാനായിട്ട് ദേ ഹാവ് എ വെരി ഗുഡ് ടീം അല്ലേ? തീർച്ചയായിട്ടും എല്ലാ എക്സ്പേർട്സും നമ്മളുടെ കൂടെ ഉണ്ട്. ആൻഡ് വി ആർ ഡൂയിങ് ഇറ്റ് ഇൻ എ വെരി യുണീക്ക് വേ. ആൻഡ് ഒരു ടീം അപ്രോച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് നല്ല രീതിയിൽ ഇതുവരെയും കഴിഞ്ഞ 6 വർഷമായിട്ട് നല്ല രീതിയിൽ റിസൾട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഇറ്റ് വാസ് എ വണ്ടർഫുൾ പോഡ്കാസ്റ്റ് എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക്സ് ഫോർ കമ്മിങ് ടു ചാറ്റ് വിത്ത് ഭക്തൻ. താങ്ക് യു ഫോർ ദ ഇൻവിറ്റേഷൻ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.